ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ. ഇനി ആത്മാവിൽ നിറയ്ക്കണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ച് ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തെ അഭിഷേകത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് യാത്രയാകുമ്പോൾ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ 3 ദിവസത്തെ ധ്യാനത്തിൽ നിന്ന് കിട്ടിയ ബോധ്യങ്ങളും ഈ 3 ദിവസത്തെ ധ്യാനത്തിൽ നിന്ന് കിട്ടിയ അഭിഷേകത്തിൻ്റെ നിറവിൽ ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. വന്നുപോയ വീഴ്ചകളെല്ലാം ഏറ്റെടുത്ത് ചെയ്തുപോയ പാപങ്ങളെല്ലാം ക്ഷമിച്ച് മാപ്പും പൊറുതിയും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് അയക്കുന്ന ദൈവമേ, നന്ദി പറയുന്നു. തിരിച്ച് ഞങ്ങൾ പോകുമ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാനും ക്രിസ്തു എന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനുമുള്ള പുതിയൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ മാത്രമാണ് ധ്യാനവും വചനവും ഈ ശുശ്രൂഷകളും പങ്കെടുക്കുകയും കൂടുകയും ആയിരിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ സമൂഹവും ഞങ്ങളായിരുന്ന അവസ്ഥകളും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരും ജോലി മേഖലയിലുള്ളവരും ഞങ്ങൾ ആരെല്ലാമായിട്ട് ഇടപഴകിയവരെല്ലാം പഴയ അവസ്ഥയിൽ തന്നെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിൻ്റെ വചനം കേട്ട് മാറ്റം വന്ന ഞങ്ങളിലൂടെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിലെല്ലാം മാറ്റം വരുവാനും അവർ ഞങ്ങളോട് ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം മോശമായി പെരുമാറിയാലും അവരോടെല്ലാം മനസ്സ് തുറന്ന് ക്ഷമിക്കുവാനും ഞങ്ങളിൽ നിന്ന് അവരിലേക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാനും കർത്താവേ, ഈ ധ്യാനത്തിൻ്റെ വിഹിതം ഞങ്ങളിൽ നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിലുടനീളം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ വലിയൊരു മാധ്യസ്ഥ ശക്തി തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നേരവും ഉണ്ടാകുവാൻ ജപമാല ഭക്തിയിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ ധ്യാനത്തിലൂടെ കേട്ട വിടുതൽ പ്രാപിച്ച വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ എന്നും നിലനിൽക്കുവാൻ വചനത്താൽ നീ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ നാവുകളിൽ നിൻ്റെ വചനത്തെ നീ നിക്ഷേപിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾ സ്വീകരിച്ച പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിലനിൽക്കുവാൻ ഇനിയുള്ള അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഈശോയെ പരിശുദ്ധ ബലി മുടക്കാതെ ജീവിക്കുവാൻ അവസാന നാളുകളുടെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ബലി മുടക്കാതെ ജീവിക്കുവാനും സഭയെയും സഭാ നേതൃത്വങ്ങളെയും കുറ്റം വിധിക്കാതെ പരിഹസിക്കാതെ നിന്ദിക്കാതെ മുന്നോട്ട് പോകുവാനുമുള്ള വലിയൊരു കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേലേ, ഭീകര പോരാട്ട നാളുകളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുവിൻ്റെ എല്ലാ ആയുധങ്ങളെയും ചെറുക്കുവാനുള്ള വലിയൊരു സംരക്ഷണത്തിൻ്റെ കവചമായി നീ ഞങ്ങളിൽ നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയമുള്ളവരെ, ഇത് ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ദിവസമാണ്. നമ്മൾ ഒരുക്കത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അതായത് ആത്മീയ മനുഷ്യനെ ഇനിയും നമ്മൾ ഉറക്കിക്കെടുത്തിയിരിക്കുകയാണെങ്കിൽ ഈശോ നമ്മളോട് പറയുന്നു, നമ്മുടെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന അവസാന കാലഘട്ടങ്ങളിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇനിയും നമ്മൾ അനുദപിച്ചിട്ടില്ല, ഇനിയും നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയൊരു അവസരം ഒരു പക്ഷെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഈശോ തൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരു ബോധ്യമുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ വചനങ്ങളിലെല്ലാം ഒത്തിരി താക്കീതുകൾ പല പ്രവാചകരിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വചനങ്ങളിലെല്ലാം ഒത്തിരി അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ വചനങ്ങളിലെല്ലാം പ്രിയമുള്ളവരെ, അഭിഷേകം നിറയുവാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ട തലങ്ങളെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം നമ്മൾ നിന്ദിച്ചും നമ്മൾ അവഗണിച്ചും കളയുന്ന താക്കീതുകളുടെ വചനങ്ങളുണ്ട്. താക്കീതുകൾ പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെയും കർത്താവായ യേശു ക്രിസ്തുവും നമ്മളോട് പറയുന്ന അവസാന കാലഘട്ടത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അവസ്ഥകളെ നമുക്ക് ചെറുക്കാൻ ആവശ്യമായിട്ടുള്ള കൃപ, അതിനെ ചെറുക്കാൻ ആവശ്യമായിട്ടുള്ള അഭിഷേകത്തെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അതായിരിക്കട്ടെ ലക്ഷ്യം എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ കാലഘട്ടങ്ങളിൽ പാപം അതിൻ്റെ മാക്സിമത്തിൽ വന്ന് നിൽക്കുന്ന കാലഘട്ടങ്ങളായിരിക്കുള്ളൂ. പാപത്തിൻ്റെ സാഹചര്യങ്ങളും പാപം ചെയ്യിപ്പിക്കാനുള്ള വ്യക്തിത്വങ്ങളും പാപത്തിൻ്റെ മേഖലകളും പാപകരമായ അന്തരീക്ഷവും സാഹചര്യങ്ങളും അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന വർഷങ്ങളിലൂടെ ആയിരിക്കും ഇനി നമ്മൾ അങ്ങോട്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇനി നമ്മൾക്ക് മറ്റ് നിയോഗങ്ങൾ, മറ്റ് ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ വീണ്ടും നമ്മളിങ്ങനെ നരകതുല്യമായ അവസ്ഥയിലേക്ക് വിടാനുള്ള സമയമോ അതിനുള്ള സാഹചര്യമോ ഉണ്ടാവില്ല. ഈശോ നമ്മളോട് പറയുന്നു, ഒരുങ്ങുവാനാണ് പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശം. ഒരുങ്ങണം, നിങ്ങൾ ഇനി അങ്ങോട്ട് ഒരുങ്ങണം. ഇനി അങ്ങോട്ട് വെറുപ്പും വിദ്വേഷവും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കേണ്ട അവസാന കാലഘട്ടങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. അവസാന കാലഘട്ടത്തിൻ്റെ തന്നെ അവസാന മണിക്കൂറുകൾ എന്നാണ് ഈശോ പറയുന്നത്. എപ്പോഴെല്ലാം കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴും പേഴ്സണൽ പ്രയറിലായിരിക്കുമ്പോഴും ഈശോ കാണിക്കുന്ന പല അവസ്ഥകളുണ്ട്. ഈശോ കാണിച്ചു തരുന്ന വരാനിരിക്കുന്ന പല അവസ്ഥകൾ, സമീപ ഭാവിയിൽ തന്നെ നടക്കേണ്ട പല അവസ്ഥകളിലൂടെ കർത്താവ് കൊണ്ടുപോകുമ്പോൾ പ്രിയമുള്ളവരെ, അതിലെല്ലാം ഒരുക്ക പ്രാർത്ഥനയുടെ തലത്തെക്കുറിച്ചാണ് ഈശോ നമ്മളോട് പറയുന്നത്. ഒരുങ്ങി പ്രാർത്ഥിക്കണം. ഇനി അങ്ങോട്ട് നമ്മൾക്ക് അലസതയിലും ലോകമോഹങ്ങളിലും നമ്മൾ ഒത്തിരി കാലം ചെലവഴിച്ചു കഴിച്ചുകൂട്ടി. പക്ഷേ ഇനി നമുക്ക് അങ്ങോട്ട് അതിനുള്ള സമയമല്ല. നിങ്ങളുടേതായിട്ടുള്ള ഭൗതിക ആവശ്യങ്ങളെല്ലാം ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് അവർ ചോദിക്കാതെ തന്നെ ഈശോ അവർക്ക് അനുവദിച്ചു കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണേ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം ആത്മാക്കൾ, സ്വർഗത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പാപത്തിൻ്റെയും മറ്റ് ലഹരിയുടെയും തെറ്റായ വിഹിത വീഴ്ചകളുടെയും ഒക്കെ ആധിപത്യത്തിലും അടിമത്തത്തിലുമായിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയും നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അനേകം മക്കൾക്ക് വേണ്ടി നിങ്ങൾ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ധ്യാനം നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടും ലോകത്തെമ്പാടും കർത്താവിൻ്റെ വചനം എത്തിക്കാൻ പാടുപെട്ട് ഓടി നടക്കുന്ന മിഷണറിമാർക്ക് വേണ്ടിയിട്ടെല്ലാം നിങ്ങൾ ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് ഒത്തിരി സമയമൊന്നും അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇത് എല്ലാവരും പറഞ്ഞു കേട്ടു, എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, ഇത് കുറേ നാളായിട്ട് കേൾക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്താ പറയുക, അങ്ങനെ ഒരു ടോണിൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്കൊരു ടോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് അവസാന കാലഘട്ടം തന്നെയാണ്. അപ്പോൾ അത്
അതുകൊണ്ട് തന്നെ ഈശോ പലപ്പോഴും പറയുന്ന ഒരു സന്ദേശം അനുസരിച്ച് ഒത്തിരി അവരുടെ ഭൗതിക ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ആത്മീയതയിൽ അവരിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ മാത്രം പരിഹരിക്കുന്ന തലത്തിലേക്ക് മാത്രം നമ്മൾ കടന്നു ചെല്ലുക എന്ന് പല വൈദികരും ഷെയർ ചെയ്തു ഇതിനോടകം തന്നെ. ആത്മീയതയിൽ അവർക്കുള്ള കുറവുകൾ മാത്രം പരിഹരിച്ചു കൊടുക്കുക, ഭൗതികതയിലുള്ള കുറവുകളെ എഴുതിത്തള്ളുക, അതവർ തന്നെ പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന തലത്തിൽ അവരെ എഴുതിത്തള്ളുക. അവരുടെ ആത്മാക്കൾ നഷ്ടമാകുന്ന ഏതെങ്കിലും ജീവിത സാഹചര്യമോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ നടക്കുന്നത് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന പ്രാർത്ഥനാ രീതികൾ ഒത്തിരി ഈ കാലഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലൂടെ പെരുകി വരുന്നത് നല്ല സൂചനയല്ല. അവിടെയെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നേടിക്കിട്ടുന്ന തരത്തിൽ ഭൗതികതയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന പ്രാർത്ഥനാ രീതികൾ ഈ കാലഘട്ടത്തിൽ കൂടി വരികയും ആ ഭൗതികതയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം വലിയ രീതിയിൽ തന്നെ കാര്യസാധ്യങ്ങൾ നടക്കുന്ന പ്രാർത്ഥന വ്യക്തിത്വങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് നല്ല സൂചനയല്ല പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിത്യജീവനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും പ്രസംഗിക്കുന്നവർ ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെടുന്ന കാലഘട്ടവും കൂടെയാണ്. അതുകൊണ്ട് ഈശോ പറയുന്നു, നമുക്കിനി ഒത്തിരി സമയം അനുവദിച്ചിട്ടില്ല. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം എടുത്ത് നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആമോസ് പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 5-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഇസ്രായേൽ ജനമേ, നിങ്ങളെക്കുറിച്ച് ഉള്ള എൻ്റെ വിലാപഗാനം കേൾക്കുക. ഇസ്രായേൽ കന്യക വീണുപോയിരിക്കുന്നു, അവൾ ഇനി എഴുന്നേൽക്കുകയില്ല. അവൾ സ്വദേശത്ത് പരിത്യക്തയായിരിക്കുന്നു, എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, 1000 പേരെ അണിനിരത്തിയ ഇസ്രായേൽ നഗരത്തിൽ 100 പേർ മാത്രം അവശേഷിക്കും. 100 പേരെ അണിനിരത്തിയ നഗരത്തിൽ 10 പേർ മാത്രം അവശേഷിക്കും. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ബഥേലിനെ അന്വേഷിക്കുകയോ ഗിൽഗാലിൽ പ്രവേശിക്കുകയോ ബേർഷെബായിലേക്ക് കടക്കുകയോ അരുത്. കാരണം ഗിൽഗാൽ നാട് കടത്തപ്പെടും, ബഥേൽ ശൂന്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 100 പേരെ അണിനിരത്തിയെടുത്ത് 10 പേര് മാത്രം അവശേഷിക്കും. അണിനിരത്തുക, എതിരെ നിൽക്കുന്ന സാത്താൻ്റെ ശക്തികൾക്ക് എതിരെ നിൽക്കുന്ന വ്യക്തിത്വങ്ങളിൽ 100 പേരുണ്ടെങ്കിൽ അത് 10ആയി കുറയും എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പോലും പ്രിയപ്പെട്ടവരെ നിലനിൽക്കാൻ ഉള്ള കൃപയുള്ളവർ ചുരുക്കമായിരിക്കും. അവസാന കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പോലും നിലനിൽക്കാനും എതിരെ പ്രവർത്തിക്കുവാനുള്ള അന്ത്യകാല അഭിഷേകത്തിൻ്റെ ആ ഒരു കൃപ ലഭിച്ചവർ, ആ കൃപയിൽ നിലനിന്ന് സഹനത്തെ അതിജീവിക്കാനുള്ള ശക്തി ആർജിച്ചുകൊണ്ട് വരാനിരിക്കുന്ന കാലത്ത് നേരിടാനുള്ള സഹനങ്ങളെയും വരാനിരിക്കുന്ന കാലത്ത് വരാനിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെ അതിജീവിക്കുന്നവർ ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേരെ നമ്മൾ അണിനിരത്തിയാലും അതെല്ലാം ആ കുടുംബത്തിന് തന്നെ എതിരെ തിരിയുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അന്ധകാരത്തിൻ്റെ അരൂപികൾ ഈ കാലഘട്ടത്തിൽ ചാർജ് എടുത്തു കഴിഞ്ഞു. നമ്മൾ ഈ ഒരു ജനറേഷൻ എടുത്താൽ നൈറ്റ് ലൈഫാണ് അവർ എൻജോയ് ചെയ്യുന്നത്. കാരണം അന്ധകാര ശക്തികളിലാണ് അവരായിരിക്കുന്നത്. നമ്മുടെ മക്കൾ പലരും ഇന്ന് ദൈവവിളിയിലേക്ക് പ്രവേശിക്കാൻ മക്കളില്ല. ദൈവവിളിയിലേക്ക് പ്രവേശിക്കുന്ന മക്കൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ എത്രയോ സ്ഥലത്ത്. ഈ ദൈവവിളിയുള്ള മക്കളെ കാണുമ്പോൾ യൂത്തിനെ ധ്യാനിപ്പിക്കുമ്പോഴെല്ലാം ദൈവവിളി നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൊക്കേഷനുള്ള മക്കളെ കാണുമ്പോഴെല്ലാം ഇവരോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു ഒരു ശതമാനം പോലും അവർക്കതിനോട് താല്പര്യമോ അതിലേക്ക് പ്രവേശിക്കണം എന്നുള്ളൊരു ആഗ്രഹമോ ഇല്ലാതെ സാത്താൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന മക്കൾ എത്രയോ അധികം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിങ്ങൾ മക്കളെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രാർത്ഥനകൾ പറഞ്ഞവരെ പഠിപ്പിക്കരുത്. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിനക്ക് ഇത് നേടിയെടുക്കാം, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിനക്ക് എക്സാം വിജയിക്കാം, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിനക്ക് ജോലി കിട്ടും. ഈ പ്രാർത്ഥനാ രീതികളെയെല്ലാം പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്നും കുടുംബത്തിൽ നിന്നും മക്കളിൽ നിന്നും മാറ്റി വെക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു, അതിനപ്പുറവും കഴിഞ്ഞു. എന്നിട്ടും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ പ്രിയമുള്ള ദൈവജനമേ, ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചും ആത്മസ്ഥിതിയെക്കുറിച്ചും മാത്രം നിങ്ങൾ ചിന്തിക്കണേ. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചും ആത്മസ്ഥിതിയെക്കുറിച്ചും മാത്രം ചിന്തിക്കണം. തലമുറകളിൽ നിന്ന് മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.
ദേശത്തു നിന്ന് മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ട ആത്മാക്കളെന്ന് പറയുമ്പോൾ അതിൽ ജീവനോടെ ഇരിക്കുന്ന ആത്മാക്കളും മരിച്ചടക്കപ്പെട്ട വ്യക്തികളുടെ ആത്മാക്കളും രണ്ടും കൂടി ചേരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതിൽ സ്വർഗപ്രാപ്തിയിൽ എത്താത്ത ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ തലമുറകളിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾ, ദേശത്ത് നിന്ന് മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾ, അതുപോലെ ദേശത്ത് തന്നെ തിന്മയുടെ സ്വാധീനത്തിൽപ്പെട്ട് ഒരു ദേശത്ത് ഒത്തിരി മക്കൾ പാപത്തിൻ്റെ ചങ്ങലകൾ, ഒത്തിരി മക്കളിൽ ഡ്രഗ്സിൻ്റെ ആധിപത്യങ്ങൾ, ഒത്തിരി മക്കളിൽ തിന്മയുടെ സ്വാധീനങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന, രാത്രി ഇറങ്ങി നടക്കുന്ന തരത്തിൽ പെൺകുട്ടികൾ ആൺകുട്ടികൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ ആ ദേശത്തിൻ്റെ അധിപതിയായി വസിക്കുന്നത്, അധികാരം ഏറ്റെടുത്തിരിക്കുന്നത് ആരാണെന്നുള്ളത് വിവേകത്തോടെ ചിന്തിച്ച് അതിന് നടുക്കാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കുണ്ടാവണം. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ തിരിയണം, ദൈവത്തിലേക്ക് തിരിയണം. നമ്മൾ തിരിഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ദൈവത്തിലേക്കല്ല, നമ്മുടെ ആവശ്യങ്ങളിലേക്കാണ് നമ്മൾ തിരിഞ്ഞിരിക്കുന്നത്. കർത്താവ് പറയുന്നു, ദൈവത്തിലേക്ക് തിരിയണം. നിങ്ങളുടെ ആവശ്യങ്ങൾ എത്ര വലുതാണെങ്കിലും നീ ചോദിക്കുന്നതിന് മുൻപ് നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് പോലും തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും പ്രാർത്ഥിക്കുന്നത് ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രാർത്ഥനകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കണം, ഈ കാര്യം നേടിയെടുക്കണം. ഓരോ ശുശ്രൂഷകരുടെ അടുത്ത് ഇത്രയും പേര് ഈ ദിവസങ്ങളിൽ ഇന്നലെ രാത്രി വരെ കണ്ടു തീർത്തു. ഒരാൾ പോലും എന്നോട് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. ഇത്രയും പേരുണ്ടായിരുന്നു, 120ഓളം പേരിൽ ഒരു വ്യക്തി പോലും ഈശോ ബ്രദറെ നിത്യജീവൻ കരസ്ഥമാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, പാപത്തെ ഒഴിവായി ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഒരാളെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ മീതയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഓരോ മാതാപിതാക്കളെ കാണുമ്പോൾ സങ്കടമാണ്. കാരണം മക്കളെ വിവാഹം കഴിപ്പിച്ച് വിട്ട് ഉത്തരവാദിത്വം തീർന്നിട്ടും അവരെക്കുറിച്ചുള്ള ആകുലതകൾ തലയിൽ എടുത്ത് പിടിച്ച് അവർക്ക് വേണ്ടി മാത്രം ഇനി ആ മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ എത്തിയ മാതാപിതാക്കൾ പോലും മക്കളെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. അവരുടെ വഴിക്ക് വിടാൻ ഇവർക്ക് പറ്റുന്നില്ല. മക്കളുടെ ആകുലത കഴിഞ്ഞ് അവരുടെ മക്കളുടെ ആകുലതകൾ ഏറ്റെടുക്കുന്ന മാതാപിതാക്കൾ. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മക്കളെ നിങ്ങൾ വിട്, വിവാഹം കഴിപ്പിച്ച മക്കൾ അവർ ജീവിക്കട്ടെ. നിങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങൾ തന്നെയല്ലേ ജീവിതത്തോട് മല്ലടിച്ച് വിജയിച്ചു വന്നത്? എന്തിനാ വിവാഹം കഴിപ്പിച്ചു വിട്ട മക്കളുടെ ആകുലത പോലും മാതാപിതാക്കൾ ഏറ്റെടുക്കല്ലേ? ദൈവത്തിന് ദൈവജനത്തെക്കുറിച്ചൊരു ആകുലതയുണ്ട്. ആ ആകുലതയെ ഏറ്റെടുക്കുന്ന കിറേനക്കാരെ ആവശ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കർത്താവിൻ്റെ കുരിശ് ചുമക്കാനുള്ള വ്യക്തിത്വങ്ങളെയാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. എന്നാൽ നമ്മൾ നമ്മുടെ മക്കളുടെ കുരിശെടുത്ത് മാതാപിതാക്കൾ തലയിലെടുത്ത് വെച്ചിരിക്കുക. മക്കളെക്കുറിച്ചുള്ള ആകുലതകളിൽ അവർ ജീവിക്കുക. നിങ്ങൾക്ക് ഉത്തരവാദിത്വങ്ങളെല്ലാം അവസാനിച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം പിന്നീട് ബാക്കി നിൽക്കുന്നത് ദൈവത്തിൻ്റെ ആകുലതകൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രവേശിക്കണം. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളൊന്നും നിയോഗങ്ങൾ സമർപ്പിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സമർപ്പിച്ചതാ, പിന്നീട് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടില്ല. യേശുവിനെ അറിയുന്നതിന് മുൻപാണ് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളൂ. ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ഈശോ പറയാറുണ്ട്, ഒരു നിയോഗം പോലും സമർപ്പിക്കരുത്, ചോദിക്കില്ല. ഒരാവശ്യം വന്നാൽ സാധാരണ ഒരു വ്യക്തി ആ ആവശ്യത്തെ എങ്ങനെ നേരിടാം അതുപോലെ തന്നെ നേരിടുള്ളൂ. ഒരു അത്യാവശ്യം വന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും ഒരാളെ പോലും വിളിച്ച് ചോദിക്കത്തില്ല. സന്ദേശം എടുത്ത് തരാൻ 100 കണക്കിന് പേരുണ്ട്, ഒരാളെയും വിളിക്കില്ല. അത് മരിക്കേണ്ടതാണെങ്കിൽ മരിക്കും, എന്നാൽ പോലും പരിശുദ്ധാത്മാവിനെ മിസ്യൂസ് ചെയ്യരുത് എന്നാണ് ഈശോ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരു സന്ദേശവും എടുത്തിട്ടുമില്ല, എടുക്കാറുമില്ല. കാര്യം എന്താണെന്നറിയോ? ഈശോ പറയുന്നു, തന്നിരിക്കുന്നത് ഈ കാലഘട്ടമായതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവജനമേ, 917 പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ലോക സമാധാനത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടെല്ലാം പ്രാർത്ഥിക്കണം. 2017 വരുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് 100 വർഷം കംപ്ലീറ്റായി. പിന്നീട് ഇങ്ങോട്ട് നമ്മളൊരു പ്രത്യക്ഷീകരണം പ്രതീക്ഷിക്കുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ ഒരുക്കം തുടങ്ങി. 2017 മുതൽ ഇങ്ങോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പ്രിയപ്പെട്ടവരെ. 2000 തൊട്ടേ സ്റ്റാർട്ട് ചെയ്തെങ്കിലും 2017 അതിൻ്റെ ഫുൾ എന്താ പറയുക പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൊറോണ
പോലുള്ള വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ച് ഈ ദുരന്തങ്ങളിലൂടെ അതൊരു തുടക്കം മാത്രമാണ്. അവിടെ നിന്നൊരു തുടക്കം സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഫസ്റ്റ് സൈനാണ് കൊറോണ. ഇനി നമ്മൾ കാണാനിരിക്കുന്നതൊന്നും അതൊക്കെ ഒന്നുമല്ലായിരുന്നു എന്ന് നമ്മൾ പറയുന്ന വലിയ അവസ്ഥകളിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന അവസാന മണിക്കൂറുകൾ, അവസാന മിനിറ്റുകളുടെ കാലഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈശോ പറയുന്നു, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകളെല്ലാം മാറ്റി എല്ലാ ദിവസവും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള കരുണയുടെ ജപമാല നിങ്ങൾ കരങ്ങളിൽ എടുത്ത് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഞാൻ ഇന്നലെ എടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, മുട്ടുവിൻ തുറക്കപ്പെടും. ഇനി അതാണ് നമ്മൾക്ക് ആശ്രയം. കാരണം മറ്റൊന്നല്ല, ചോദിച്ചിട്ട് കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളഞ്ഞു. അന്വേഷിച്ച് നടക്കാൻ നമ്മുടെ മക്കൾക്ക് നേരവുമില്ല. അതുകൊണ്ട് ഒറ്റയൊരു ഡോറെ നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാനിട്ടുള്ളൂ. ഇനി മുട്ടുവിൻ തുറക്കപ്പെടൂ. ബാക്കി 2 സാധ്യതകളെ നമ്മൾ അടച്ചു വെച്ചിരിക്കുക. ഈശോ പറഞ്ഞ് ചോദിക്കുവിൻ ലഭിക്കും, നമ്മൾ ചോദിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തും, ഇതും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ മക്കൾക്ക് അന്വേഷിക്കാനും പാപത്തെ ഉപേക്ഷിക്കാനും അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ബാക്കി നമ്മൾ എന്താ എടുക്കേണ്ടത്? മുട്ടുവിൻ തുറക്കപ്പെടും. അതുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ കരുണയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. ഇനി അങ്ങോട്ട് നമ്മൾക്ക് ആശ്രയിക്കാനുള്ളത് കരുണ മാത്രമാണ്, ദൈവീക കരുണ മാത്രം. ദൈവത്തിൻ്റെ കരുണ ലോകത്തിൻ്റെ മേൽ ഇറങ്ങുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കരുണ ദൈവത്തെ അറിയാത്ത ജനതതികളുടെ മേൽ ഇറങ്ങുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കരുണ ദൈവത്തെ മനസ്സിലാക്കാത്ത ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ഇറങ്ങി വരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും ക്രിസ്ത്യാനിറ്റിയിൽ അല്ലാത്ത എത്രയോ മക്കൾ ഈ കാലഘട്ടത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അവർക്ക് വേണ്ടി മുട്ടുകുത്തണം. ഇവിടെ വചനത്തിൽ ദൈവമായ കർത്താവ് ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ച് പറയുന്നു, ഇസ്രായേൽ കന്യകയെ നീ വീണുപോയിരിക്കുന്നു. ഇസ്രായേൽ ജനമേ എന്നല്ല, ഇസ്രായേൽ കന്യക വീണുപോയി എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ തലത്തിലുള്ളതൊന്നും ഇല്ല എന്നുള്ളതല്ലേ പ്രിയപ്പെട്ടവർ? അതിൻ്റെ അർത്ഥം കന്യക വീണുപോയി എന്നുള്ള വചനം ബൈബിളിൽ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? അതൊരു അശുഭ സൂചനയായിട്ട് അതിനെ നിങ്ങൾ എടുക്കണം. ലോകത്തിന് നേർക്കുള്ള ദൈവം തരുന്നൊരു സൂചനയാണ്. നമ്മളിപ്പോഴും നമ്മുടെ മക്കളുടെ പഠനത്തെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ ആകുലപ്പെടുമ്പോൾ ദൈവം ലോകത്തെക്കുറിച്ച്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ മുട്ടുകുത്തണം. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഉപവസിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഉപവസിക്കണം. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കരുത്. നിങ്ങൾ നിത്യജീവന് വേണ്ടിയിട്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സമൂഹത്തിലും ഇടവകയിലും ഭവനത്തിലും ഒക്കെ ആയിരിക്കുന്ന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണേ. അതിൻ്റെ അഭിഷേകം നിറയുവാൻ, അതിൻ്റെ കൃപയിലായിരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടുകൂടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ ജോസഫിൻ്റെ ഭവനത്തിന് നേരെ പുറപ്പെട്ട് അതിനെ വിഴുങ്ങിക്കളയും. ബഥേലിൽ ഒരുവനും അത് കെടുത്താൻ ആവില്ല. കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും കൂരിരുട്ടിനെയും പ്രഭാതമായി മാറ്റുകയും പകലിനെ രാത്രിയാക്കുകയും സമുദ്രജലത്തെ വിളിച്ചു വരുത്തി ഭൂതലമാകെ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ്. പ്രബലർക്കെതിരെ അവിടുന്ന് സംഹാരശക്തി മിന്നൽ വേഗത്തിൽ അയക്കുന്നു. അതവരുടെ കോട്ടകൾ തകർക്കാൻ വേണ്ടി, ലോകം മുഴുവൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട്. പ്രിയമുള്ള ദൈവജനമേ, ലോകം മുഴുവൻ്റെ മാനസാന്തരം ഈ കാലഘട്ടം നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഞാൻ ആദ്യമേ പറഞ്ഞു, നിയോഗങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രാർത്ഥനാ രീതികളാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന തലം പൊന്തി വരുമ്പോൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒത്തിരി ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, അവിടെ പ്രവർത്തിക്കുന്ന തലത്തെക്കുറിച്ച്, അഭിഷേകത്തെക്കുറിച്ച് നമ്മളൊന്ന് വിവേകത്തോടെ ചിന്തിക്കണം. കാരണം ഈ കാലഘട്ടം ഒരുക്കത്തിൻ്റെ കാലഘട്ടമായതുകൊണ്ട് തന്നെ നിയോഗങ്ങളെക്കാളുപരിയായി നമ്മൾ ശ്രദ്ധയൂന്നേണ്ടതും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും ആത്മാക്കളെക്കുറിച്ചാണ്. മറ്റുള്ളവരുടേത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ആത്മസ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ തന്നെ ആത്മസ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം.
പ്രിയമുള്ളവരെ, ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇത് പ്രവചനമാണ്. ഈ പ്രവചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് അവസാന നാളുകളാണ്, ആ പ്രവചനത്തിൻ്റെ നാളുകളാണിത്. എല്ലാ മനുഷ്യരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർഷിക്കരുത്, ഈ പ്രവചനം തെറ്റണം എന്നുള്ള ഒരു തിന്മയുടെ ശക്തി ഈ പ്രവചനങ്ങൾക്കെതിരെ ക്രിസ്തുവിൻ്റെ പ്രവാചകന്മാർ, സ്വർഗത്തിൻ്റെ പ്രവചന ദൗത്യം ഏറ്റെടുത്ത വ്യക്തികൾ പ്രവചിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാത്താൻ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന ആ ഒരു തലത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അവസാന നാളുകളിൽ എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കപ്പെടരുത്. ആ കൃപ സ്വീകരിച്ചാൽ എന്താണ്? നമ്മൾ പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും നിയോഗങ്ങൾ ചോദിക്കില്ല. അതാണ് പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതിൻ്റെ തലം. കാരണം പരിശുദ്ധ ആത്മാവാണ്. ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ ലക്ഷ്യം ആത്മാവാണ്, പരിശുദ്ധമായ ആത്മാവാണ്. ഇതിൻ്റെ ലക്ഷ്യം ആത്മാവാണ്. 4 സുവിശേഷങ്ങളിൽ നിങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തു കുറേ രോഗസൗഖ്യങ്ങൾ, മരിച്ചവരെ ഉയർപ്പിക്കുക, ഇപ്പോൾ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഇതെല്ലാം നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. ഇതിലെല്ലാത്തിലും കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നിങ്ങളെടുത്ത് വായിച്ചേ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന രോഗങ്ങളും അന്ന് ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളും തമ്മിൽ ഒരു വ്യത്യാസത്തെ നമുക്ക് കാണാൻ പറ്റും. ഈശോ അന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ മെജോറിറ്റിയും പഞ്ചേന്ദ്രിയങ്ങളെ കർത്താവ് രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ട്. കർത്താവ് കൊടുത്ത രോഗസൗഖ്യങ്ങളിൽ മെജോറിറ്റിയും പഞ്ചേന്ദ്രിയങ്ങളിൽ രോഗസൗഖ്യം. കണ്ണിന് കാഴ്ചയില്ലാത്തവന്, കാത് കേൾക്കാത്തവന്, ഊമന്, ഇങ്ങനെ കുഷ്ഠരോഗിക്ക്, ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട സൗഖ്യങ്ങൾ കർത്താവ് ഏറ്റവും കൂടുതൽ 4 സുവിശേഷങ്ങളിൽ, എസ്പെഷ്യലി ലൂക്കായുടെ സുവിശേഷത്തിൽ പഞ്ചേന്ദ്രിയങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇത് അത്ഭുതങ്ങളുടെ അല്ലെങ്കിൽ രോഗസൗഖ്യത്തിൻ്റെ ഒരു തലം. പഞ്ചേന്ദ്രിയങ്ങളിൽ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പാപം കടന്നു വരുന്ന വഴികളിലുള്ള രോഗങ്ങളെ, പീഡകളെ, പൈശാചികതകളെ കർത്താവ് ബന്ധിച്ച് പുറത്താക്കി. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യ ശരീരത്തിലേക്ക് പാപം കടന്നു വരുന്ന 5 എൻട്രൻസ് ആണ് പഞ്ചേന്ദ്രിയങ്ങൾ. അതിലുള്ള പൈശാചികതകളെ കർത്താവ് ബന്ധിച്ച് പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവിടെ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ, ദൂതന്മാരെ പഞ്ചേന്ദ്രിയങ്ങളിൽ കാവൽ നിർത്തി. അന്ധയാചകന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം. ഇവർ കരുണയായിരിക്കണം എന്ന് പറയുമ്പോൾ ദൈവമായ കർത്താവ് ഇവരുടെ മേൽ കരുണ ചൊരിഞ്ഞത് എങ്ങനെയാണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഇത് ഈശോയ്ക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവൻ അറിയാം. അന്ധയാചകന്മാർ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളത് ക്രിസ്തുവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും ക്രിസ്തു അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? ഈശോ ചോദിക്കുന്നത് എന്താ? നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ലോകത്തെ കാണാൻ പറ്റുന്ന തരത്തിൽ ഓപ്പൺ അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്താൽ മാത്രം മതിയോ? അതല്ല, ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ കടന്നു വരുന്ന പാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കണോ? അപ്പോൾ കരുണയായിരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിൻ്റെ കരുണ എനിക്ക് ആവശ്യമുണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് പാപം കടന്നു വരുന്ന വഴികളെ നിങ്ങൾ അടച്ചു പൂട്ടണം. അവിടെ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളെ ഫോക്കസ് ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ട് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. സ്കിന്ന് ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഓർഗൻ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന്. ഈ സ്കിന്നിലുള്ള രോഗത്തെ കർത്താവ് മറ്റേതെങ്കിലും രോഗം എന്ന് പറയുന്നില്ല, മറ്റേതെങ്കിലും അവസ്ഥയെന്ന് പറയുന്നത്. 2 കർത്താവ് പിന്നെ സുഖപ്പെടുത്തിയതിൽ നമ്മൾ ശ്രദ്ധയോടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിലൊന്നാണ് തളർവാദ രോഗിക്ക് കർത്താവ് കൊടുത്ത സൗഖ്യം. 3ാമത് കർത്താവ് കൊടുത്ത സൗഖ്യത്തെ എടുത്ത് നോക്കിക്കോ നിങ്ങൾ. കൈകൾ ശോഷിച്ചവനെ, അതായത് കർത്താവിൻ്റെ അനുഗ്രഹമായിട്ട് മാറേണ്ടവന്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഇത് തന്നെ ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മുടെ ഓരോ ഓർഗണിലേക്ക് സാത്താൻ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ ഓർഗൻ വൈസാണ് പ്രാർത്ഥനകൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കിഡ്നി ഡാമേജായി, ലിവർ ഡാമേജ് ആകുന്നു, നമ്മുടെ ഹാർട്ടിന് പ്രശ്നം, ബ്രെയിനിന് പ്രശ്നം, നമ്മുടെ ലാർജ് സ്മോൾ ഇൻഡസ്ട്രീന് പ്രശ്നം, ഇങ്ങനെ ഓരോ ഓർഗൺ
ലങ്ങിന് പ്രശ്നം വരൽ, ഇങ്ങനെ ഓരോ ഓർഗൻ വൈസ് പ്രാർത്ഥനകൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതായത് കർത്താവിൻ്റെ സൗഖ്യം പ്രധാനമായിട്ട് കടന്നു വരേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സൗഖ്യം പ്രധാനമായിട്ട് കടന്നു വരേണ്ടത് പഞ്ചേന്ദ്രിയങ്ങളെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. പഞ്ചേന്ദ്രിയങ്ങളിൽ നിങ്ങൾക്ക് അസുഖങ്ങളില്ലെങ്കിലും നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം പഞ്ചേന്ദ്രിയങ്ങളിൽ സൗഖ്യം കിട്ടി, പഞ്ചേന്ദ്രിയങ്ങളിൽ നിങ്ങൾ ദൂതന്മാരെ നിയോഗിച്ച് 5 ദൂതന്മാരെ നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളിൽ നിങ്ങൾ കാവൽ നിർത്തി നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഓർഗണും ഹെൽത്തിയായി പ്രിയപ്പെട്ടവരെ ആയിരിക്കും. ഒരു ഡൗട്ടുമില്ല, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചു തന്നിട്ട് ഞാൻ 3 മണിക്ക് ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഈശോയെ നീ ഈശോയുടെ പഞ്ചേന്ദ്രിയങ്ങളിലെ തിരുമുറിവേ തിരുരക്തമേ ഞാൻ നിന്നെ ആരാധിക്കുന്നു, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈശോ എപ്പോഴും പറയാറുണ്ട്. ഞാൻ ഓർത്ത് കർത്താവ് ഇതെന്തിനായി നീ ഈ ഒരു പ്രാർത്ഥന? ഈശോ എവിടെയെല്ലാം രക്തം ചിന്തി. അപ്പോൾ ഈശോ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ എൻട്രൻസിനെ ക്ലോസ് ചെയ്യണം. 2, കർത്താവ് സൗഖ്യം കൊടുത്ത മറ്റൊരു തലമുണ്ട്. കർത്താവ് സൗഖ്യമല്ല, പിന്നെ കർത്താവ് കൊടുക്കുന്നത് ജീവനാണ്. അതായത് ലാസറിനെ ദൈവം ഉയർപ്പിക്കുന്ന ഒരു രംഗം. ആ ലാസറിനെ ഉയർപ്പിക്കുന്ന രംഗം നമ്മൾ എടുക്കുമ്പോൾ ലാസറിൻ്റെ കുടുംബം, മർത്ത, മറിയം, പിന്നീട് കർത്താവിൻ്റെ കടന്നുവരവ്, കർത്താവ് ഗ്രാമത്തിൽ പ്രവേശിക്കൽ, എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു സിനിമ സ്റ്റൈൽ ഒരു ഹീറോ എൻട്രി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ക്രിസ്തുവിൻ്റെ എൻട്രി നമുക്ക് കാണാൻ പറ്റും. ഇതിന് ശേഷം നിങ്ങൾ നോക്കിക്കോ, പിന്നെ കർത്താവ് പ്രകൃതിയിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ. അതിലൊന്ന്, കർത്താവ് കാറ്റിനെ, കടലിനെ ശാന്തമാക്കി. ആ കടലിന് മീതെ അവ നടക്കുന്നു. വെള്ളം എന്ന് പറയുന്ന പ്രകൃതിയെ കർത്താവ് വീഞ്ഞെന്ന് പറയുന്ന അവസ്ഥ, അതായത് വീഞ്ഞ് കർത്താവിൻ്റെ ബ്ലഡായിട്ട് മാറണമെങ്കിൽ ആദ്യം വെള്ളം വീഞ്ഞായിട്ട് മാറ്റപ്പെടണം. ക്രിസ്തുവിൻ്റെ തിരുരക്തമായിട്ട് വീഞ്ഞു മാറ്റപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളുമാകുന്ന വെള്ളം വീഞ്ഞായിട്ട് രൂപാന്തരപ്പെടേണ്ടതുണ്ട്. രക്തമായിട്ട് മാറ്റേണ്ടത് ക്രിസ്തുവാണ്. വീഞ്ഞായിട്ട് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തണം. അത് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഈ വീഞ്ഞിനെ രക്തമാക്കി മാറ്റാൻ ക്രിസ്തുവിനെ പറ്റുള്ളൂ, പൗരോഹിത്യത്തിനെ പറ്റുള്ളൂ. പക്ഷേ വെള്ളത്തെ വീഞ്ഞാക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും പറ്റും. ആ വെള്ളം എന്ന് പറയുന്ന പാപത്തിൻ്റെ അവസ്ഥയെ നമ്മൾ പരിശുദ്ധി അഥവാ വിശുദ്ധി എന്ന് പറയുന്ന വീഞ്ഞാക്കി മാറ്റാൻ നമ്മുടെ ഒരുക്കത്തിന്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് സാധ്യതകളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഈശോ പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് പ്രവർത്തിച്ച അടുത്ത അത്ഭുതമെന്ന് പറയാൻ പറ്റില്ല, കർത്താവ് ജീവൻ കൊടുക്കുന്നു, ലാസറിനെ ഉയർപ്പിക്കുന്നു, നായിം പട്ടണത്തിലെ വിധവയുടെ പുത്രന് ജീവൻ കൊടുക്കുന്നു. ഇത് തന്നെ നമ്മൾ ഇവിടുന്ന് പുതിയ നിയമത്തിൽ നിന്ന് നേരെ ട്രാവൽ ചെയ്ത് ഏലിയായിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഏലിയായും ഇതുപോലൊരു വിധവയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ ഏലിയ കൊടുത്തൊരു ഓഫറുണ്ട്. നിൻ്റെ കലത്തിലെ മാവ് തീരത്തില്ല, നിൻ്റെ കുപ്പിയിലെ എണ്ണ വറ്റുകയുമില്ല. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മാവ് അപ്പത്തിനും എണ്ണ അത് ചുടുന്നതിനും വേണ്ടിയിട്ടാണ്. അതായത് എണ്ണയും മാവും നമ്മളുടെ ജീവിതത്തിലെടുത്താൽ നമ്മൾ ഇത് തന്നെ ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ മറ്റൊന്ന്, പ്രകൃതിയിലേക്ക് നിങ്ങൾ നോക്കുക. 5 അപ്പം 5000 പേർക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു അത്ഭുതത്തെ കർത്താവ് കാണിക്കുന്നു. മൾട്ടിപ്ലിക്കേഷൻ കർത്താവ് ചെയ്തത് എന്താ? ഇരട്ടിയാക്കി കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുക. എന്ത് ആവശ്യങ്ങളെ കർത്താവ് സോൾവ് ചെയ്തത് അവർക്ക് വേണ്ടിയിട്ടല്ല, ബാക്കി വരുന്ന തരത്തിൽ 12 കുട്ട എന്ന് പറയുന്ന 12 സ്ലീഹന്മാരുടെ തരത്തിൽ നിങ്ങൾ എന്ത് ഈശോയോട് ചോദിച്ചാലും 12 കുട്ട ബാക്കി വരും. ഈ 12 കുട്ട എന്തിനെ സൂചിപ്പിക്കുന്നു? ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരെ സൂചിപ്പിക്കുന്നു. അവർക്ക് ആവശ്യം എന്തായിരുന്നു? അപ്പമായിരുന്നു. അവർക്ക് ആവശ്യത്തിനുള്ളത് മാത്രം. ഇത്ര എണ്ണ ഉണ്ട് എന്ന് ഈശോയ്ക്ക് കൃത്യം അറിയാം. അവർക്ക് എത്ര വിശപ്പുണ്ട് എന്നുള്ളത് ഈശോയ്ക്ക് അറിയാം. ഒരു കഷ്ണം പോലും മിച്ചം വരാതെ കർത്താവിന് അവർക്ക് കൊടുക്കാൻ അറിയാം. പക്ഷേ 12 കുട്ട ക്രിസ്തു ബാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവം നിങ്ങൾക്ക് തരുന്ന ഭൗതിക അനുഗ്രഹങ്ങളിൽ മിച്ചം വരുന്നത് 12 കുട്ടയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ക്രിസ്തുവിന് നാമത്തിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ പിന്നീട് അങ്ങോട്ട് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള 12 കുട്ടകൾ. ഈ ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെ സാക്ഷ്യപ്പെടുത്താനായിട്ട് 12 കുട്ട മിച്ചം വരണം. ഹല്ലേലൂയ. അപ്പം മിച്ചം വന്നു, മത്സ്യം മിച്ചം വന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പം മിച്ചം വന്നു.
12 കൂട്ടം അപ്പം മിച്ചം വന്നു, പക്ഷേ മത്സ്യത്തെക്കുറിച്ച് പറയുന്നു വേണ്ടത്രയേ നൽകിയിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, മിച്ചം വരുന്നത് പ്രഘോഷിക്കാനും മറ്റുള്ളവർക്ക് പകരാനാണ്. നിങ്ങൾക്ക് കടബാധ്യതയായിരുന്നു, കർത്താവ് കടബാധ്യത തീർക്കുകയല്ല, പുതിയൊരു വരുമാനം തന്നെ തുറന്നു തന്നു കടബാധ്യത തീർത്തുകൊണ്ട്. അപ്പോൾ ബാക്കി മിച്ചം വന്ന എന്താണ്? വരുമാനമാണ്. ഈ വരുമാനം എന്തിനു വേണ്ടിയിട്ടാണ്? അനേകർക്ക് പകർന്നു കൊടുക്കാൻ ദൈവം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച വരുമാന മേഖലയാണ്. പ്രിയമുള്ളവരെ, അതിൻ്റെ പ്രത്യേകത എന്താ? ഈശോ ദശാംശം കൊടുക്കാൻ പറഞ്ഞു. ദശാംശം, നിങ്ങളുടെ കയ്യിലൊരു 100 രൂപയുണ്ടോ? അതിൽ 10 പിശാസുകളുണ്ട്. 10 രൂപയുണ്ടോ? അതിൽ 1 പിശാസ. 1000 ഉണ്ടോ? അതിൽ 100 പിശാസ. ഇതിനെ നിങ്ങൾ ആർക്ക് കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, അവരെ ധ്യാനകേന്ദ്രങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഈശോയെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അത് ദശാംശം, ദാനധർമ്മം, പദവാരം, ഇതെല്ലാം ദൈവത്തിനുള്ളതാണ്. ഇത് ദൈവത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ആരെയും കണക്ക് ബോധിപ്പിക്കേണ്ട. ക്രിസ്തുവിനെ മാത്രം നിങ്ങൾ കണക്ക് കൊടുത്താൽ മതി. ക്രിസ്തുവിനെ മാത്രം നിങ്ങൾ ബോധിപ്പിച്ചാൽ മതി. ഇവിടെയെല്ലാം ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത് എന്താ? അവിടെയും ഈശോ പറഞ്ഞെന്താ? സീസറിനുള്ളതേ സീസറിന് കൊടുക്കാൻ പാടുള്ളൂ. ദൈവത്തിനുള്ളത് ദൈവത്തിന് നീ മാറ്റിവെക്കണം. അതായത് നമ്മളിപ്പോൾ സീസറിനുള്ളത് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുക. സീസറിനുള്ളത് താ. നമ്മൾ സീസറായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇതിനകത്തൊരു ദൈവമുണ്ട്, അതിനുള്ളത് നമ്മൾ ചോദിക്കുന്നില്ല. അതായത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ എടുക്കാൻ പറഞ്ഞു. എന്താണ് ഈ നാണയം? ഈ നാണയം എന്ന് ഈശോ ഉദ്ദേശിച്ചത് എന്താ? ഞാനും നിങ്ങളുമാണ് ഈ നാണയം. ഈ നാണയത്തിൻ്റെ 2 വശങ്ങൾ ഏതൊക്കെയാ? സീസർ എന്ന് പറയുന്ന മാനുഷികതയും ദൈവം എന്ന് പറയുന്ന ദൈവീകതയും. ആമേൻ, ഹല്ലേലൂയ. ദൈവം എന്ന് പറയുന്ന ആത്മാവും സീസർ എന്ന് പറയുന്ന മാനുഷികതയും ഞാനും നിങ്ങളുമാകുന്ന നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നികുതി അടക്കുന്നുണ്ട് നമ്മൾ. ദൈവത്തിന് ഒരു നികുതി നമ്മൾ പേ ചെയ്യണം. ദൈവം ഈ ലോകത്തിലേക്ക് നമ്മളെ വിട്ടു. ഒരു 60, 70, 80 വർഷക്കാലത്തേക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് കർത്താവ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകലതും മനുഷ്യന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പേ ചെയ്യേണ്ട ടാക്സ് യഥാർത്ഥത്തിൽ സ്പിരിച്വൽ ടാക്സ് പേ ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനാണ്. നമ്മൾ ഫിസിക്കലി ഒരു ടാക്സ് സീസറിന് പേ ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ഈ ഒരു ആത്മീയതയിൽ ഒരു ടാക്സ് ദൈവത്തിന് നമ്മൾ പേ ചെയ്യാത്ത എന്താ? ഇത് ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ അവസാനം നമ്മളുടെ CTC നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു ടാക്സ് പെയറായിട്ട്, ഒരു ITR ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മളിൽ നിന്നൊരു ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിടെ കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ കണക്ക് പറയുന്നത് എന്താ? സീസറിനുള്ളത് നികുതി കൊടുക്കണം. സീസറിനുള്ളത് ഇത് തന്നെ നികുതി ദൈവത്തിനും കൊടുക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. നികുതി ദൈവത്തിന് കൊടുക്കണം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഗ്രൂപ്പിൽ ഒരു അക്കൗണ്ടൻറ്റ്, യൂദാസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടൻ്റ് ഉണ്ട്. അവനെ പറ്റി പറയുന്നു, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു. എന്തിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ? ക്രിസ്തുവിന് എന്തിനാ പണസഞ്ചി? ക്രിസ്തുവിനൊരു പണസഞ്ചിയുടെ ആവശ്യമുണ്ടോ? അവനല്ലേ സകലത്തിൻ്റെ ഉടയവൻ. അവന് 5 അപ്പം 5000 വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാ പണസഞ്ചി ക്രിസ്തു സൂക്ഷിച്ചത്? അപ്പോൾ ക്രിസ്തു പണപ്രിയനായിരുന്നോ? നമ്മൾ ചിന്തിക്കണം. ക്രിസ്തുവിനോട് കൂടെ നടന്നതിൽ ഓരോരുത്തരുടെ കയ്യിൽ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. പീലിപ്പോസേ, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? പീലിപ്പോസിനോട് ചോദിച്ചു, അവരുടെ കയ്യിൽ എത്രയുണ്ട്? 5 അപ്പവും 2 മീനും ഉള്ള ഒരു ബാലൻ ഇവിടെയുണ്ട്. അത് പീലിപ്പോസിനോടാണ് ചോദിച്ചത്. പത്രോസിനോട് പറയുന്നത് എന്താ? നീ എൻ്റെ ആടുകളെ മേയ്ക്കണം. യോഹനാനോട് പറഞ്ഞെന്താ? നീ ഇപ്പം മരിക്കണ്ട, നീ പാത്മോസിലേക്ക് പോ, എൻ്റെ അമ്മയെ നോക്കി നീ ഇരിക്കേ. ഓരോന്നിനും ഓരോന്ന് കർത്താവ് അതിർവരമ്പ് നിശ്ചയിച്ച് ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഈ അതിർവരമ്പ് കർത്താവ് നിശ്ചയിച്ചിട്ട് കർത്താവ് ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു അതിർവരമ്പ് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ടാക്സ് പേ ചെയ്യണം. കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമ്പത്തിൻ്റെ ടാക്സ് നിങ്ങൾ പേ ചെയ്തേ പറ്റുള്ളൂ. ക്രിസ്തുവിനുള്ള വിഹിതത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്യരുത്. സ്പിരിച്വൽ ടാക്സ് നിങ്ങൾ പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. സ്പിരിച്വൽ ടാക്സ് നിങ്ങൾ പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ക്രിസ്തു അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഉൽപ്പത്തിയിലൂടെ പിതാവായ ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളിത് സുഖിച്ച് അനുഭവിക്കാൻ ഇതിനുവേണ്ടി നിങ്ങളാരും വേർത്തിട്ടില്ല, നമ്മളാരും ഇതിനുവേണ്ടി വേർത്തിട്ടില്ല. ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ നമ്മുടെ നന്ദി എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ ഒരു ടാക്സെങ്കിലും കർത്താവിന് കൊടുക്കണ്ടേ? ഏറ്റവും കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ നശിപ്പിക്കുന്ന പൊതുമുതൽ,
കർത്താവ് കണക്കുണ്ട് അതിന്. പൊതുമുതൽ നശിപ്പിക്കുമ്പോൾ നമ്മളെ എവിടെയാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന് പറയുന്നൊരു 10ാമത്തെ കൽപ്പനയുണ്ട്. ഇതിൽ അന്യൻ്റെ വസ്തുക്കളായിട്ട് നമ്മൾ കാണേണ്ടത് ഏതാ? ദൈവം സൃഷ്ടിച്ചത് മുഴുവൻ അന്യൻ്റെ വസ്തുക്കളാണ്. മോഹിക്കരുത്, നശിപ്പിക്കരുത്. നമ്മളെപ്പോഴെല്ലാം പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ പൊതുമുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഈ പൊതുമുതൽ എന്ന് പറയുന്ന ദൈവം സൃഷ്ടിച്ച മുതലുകളുണ്ട്. ഇതിനെല്ലാത്തിനും മനുഷ്യൻ പേ ചെയ്യണം. നിനക്ക് ദൈവം ഓരോന്ന് അനുഭവിക്കാൻ തന്നിട്ടുണ്ടോ? അതിൻ്റെ എല്ലാത്തിൻ്റെയും ടാക്സ് നീ കൊടുക്കണം. ഇന്ന് എനിക്കൊരു പുതിയൊരു ജോലി കർത്താവ് തന്നു, ഞാൻ അതിന് ടാക്സ് പേ ചെയ്യാൻ അർഹന. അത് എൻ്റെ സമ്പത്തിൽ നിന്ന് അതിൻ്റെ ദശാംശം കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ നിന്ന് ദൈവം തന്ന ഓരോ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എണ്ണം പറഞ്ഞ് ആത്മീയ തലത്തിൽ ടാക്സ് പേ ചെയ്യണ കാര്യമാണ് ഞാൻ പറയുന്നത്. ആത്മീയ തലത്തിൽ കർത്താവിന് നന്ദി എന്ന് പറയുന്ന കൃതജ്ഞതയുടെ ബലി, എത്ര ബലി നിങ്ങൾ കൃതജ്ഞതാപൂർവ്വം അർപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ആഴ്ചയിൽ ഒരു ബലിയെങ്കിലും കൃതജ്ഞതയായിട്ട് ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഇത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നതെല്ലാം കർത്താവ് പിടിച്ചു വയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നതിനെല്ലാം കർത്താവിന് പിടിച്ചു വയ്ക്കാൻ അറിയാം. തന്നവൻ അറിയാം അതെങ്ങനെ ഹോൾഡ് ചെയ്യണമെന്നുള്ളത്. നിൻ്റെ ശരീരത്തിൻ്റെ രക്തചംക്രമണ വ്യവസ്ഥ, നിൻ്റെ ശരീരത്തിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം, നിൻ്റെ ശരീരത്തിൻ്റെ ഓരോ തലമുടി ഇഴ മുതൽ ഉള്ളം കാല് വരെയുള്ള ഓരോന്നിൻ്റെയും ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നീ അതിന് ദൈവത്തിന് ടാക്സ് പേ ചെയ്യണം. നീ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവ് ഇന്ന് എൻ്റെ തലമുടിക്ക് വേണ്ടി, ഇന്ന് എൻ്റെ ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? നീ അറിയുന്നുണ്ടോ നിൻ്റെ ഇൻറ്റേർണലി എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യത ഉണ്ടായിരുന്നു? അതെല്ലാം ദൈവത്തിൻ്റെ കരുണ എന്തെല്ലാം മാറിപ്പോകുന്നുണ്ട്. എനിക്ക് അസുഖങ്ങൾ ഉണ്ടായിട്ടും എൻ്റെ ജീവൻ ഈ ഭൂമിയിൽ ദൈവം പിടിച്ചു നിർത്തുന്നത്. ഇവിടെയെല്ലാം ദൈവത്തിന് ഞാൻ ടാക്സ് കൊടുക്കണം. ഒരു അസുഖത്തിന് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എത്ര ലക്ഷമാണ് നിങ്ങൾ പൊട്ടിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഇത് തന്നെ കർത്താവ് സൗജന്യ സൗഖ്യമായിട്ട് തരുമ്പോൾ കർത്താവിന് നിങ്ങൾ തിരിച്ച് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒന്നും കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ കൊടുക്കാൻ മറന്നു പോകരുത്. അതാണ് ആത്മാക്കളുടെ രക്ഷ, പാപികളുടെ മാനസാന്തരം, ലോകസമാധാനം. ഈ 3 തലത്തിലേക്ക് നിങ്ങൾക്കുള്ള വിഹിതത്തെ, പ്രാർത്ഥനയുടെ വിഹിതത്തെ ടാക്സായി നിങ്ങൾ പേ ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവേ, നീ ഇത്രത്തോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ട്, തിരിച്ച് ഞാൻ ടാക്സ് പേ ചെയ്യാം. ഈ തലങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി മുതൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളിതിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ എനിക്കൊരു മെച്ചവും ഇല്ല. നിങ്ങളുടെ ആത്മരക്ഷയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നതും ഞാൻ ഫോക്കസ് ചെയ്യുന്നതും ആത്മരക്ഷയെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ്. പിന്നെ വന്നിരിക്കുന്ന ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സന്ദേശങ്ങൾ. അതിനെ ഞാൻ അത്രയും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ശുശ്രൂഷകളെല്ലാം ചുരുക്കി, പോകുന്ന സ്ഥലങ്ങളെല്ലാം ചുരുക്കി, കോളുകളൊന്നും എടുക്കുന്നില്ല, ഒറ്റ കോളുകൾ എടുക്കുന്നില്ല. കോളുകളെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ ഈശോ എടുക്കാൻ പറയുന്ന കോളുകളല്ലാത്ത ഒറ്റ കോളുകളും ഇപ്പോൾ ഫോണിൽ അടിച്ചാൽ എടുക്കുന്നില്ല. മെസ്സേജുകൾക്ക് എല്ലാത്തിനും മറുപടികളും കൊടുക്കുന്നില്ല. കാരണം എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ: നടുവേദന, കൈവേദന, കാലുവേദന, മകൻ്റെ കാര്യം, മകളുടെ കാര്യം, പേരക്കിടാവിൻ്റെ കാര്യം, അയൽവാസിയുടെ കാര്യം. ആത്മരക്ഷയെക്കുറിച്ചുള്ള ഏതെങ്കിലും മെസ്സേജാണോ? മറുപടി കൊടുക്കാറുണ്ട്. ആത്മരക്ഷയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും വ്യക്തികൾ പറയണം, ബ്രദറെ ഇങ്ങനൊരു ധ്യാനം ചെയ്യണം, പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അവിടെ ഓടിയെത്താൻ ഈശോ പറയാറുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഈശോ പറയുന്നില്ല ചെല്ലാനായിട്ട്. കർത്താവ് സന്ദേശം തരുന്നില്ല. അത് പോട്ടെ ഈശോ അതിങ്ങനെ എഴുതി തള്ളുക. ആ സമയം നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ പറയണം. ആ സമയത്തെല്ലാം നീ ഒത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, നീ ഓടണ്ട. അതവിടെ ഒന്നും എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി തന്നില്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിക്കത്തൊന്നുമില്ല. കാരണം ചെയ്യരുത് എന്നാണ് ഈ കാലഘട്ടത്തിൽ ഈശോ അതിനെപ്പറ്റി പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, ഈശോ പ്രവർത്തിച്ച രോഗസൗഖ്യങ്ങൾ, ഈശോ പ്രവർത്തിച്ച ജീവൻ പകർന്നു കൊടുത്തത്, ലാസറിനെ ഉയർപ്പിക്കുന്ന ക്രിസ്തു. ലാസറിനെ ഉയർപ്പിക്കുന്ന ക്രിസ്തുവിൽ 2 തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. മർത്ത എന്ന് പറയുന്നതും മറിയം എന്ന് പറയുന്നതും. മർത്ത എന്ന് പറയുന്ന ഫിസിക്കൽ ബോഡിയും മറിയം എന്ന് പറയുന്ന സ്പിരിച്വൽ ബോഡിയെയും നമുക്ക് കാണാൻ പറ്റും. മറിയത്തെക്കുറിച്ച് പറയുന്നു, അവൾ ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിലായിരുന്നു. മർത്തയെക്കുറിച്ച് പറയുന്നു, അവൾ പല കാര്യങ്ങളിൽ വ്യാപൃതയായിരുന്നു. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ. മറിയം ക്രിസ്തുവിൻ്റെ സ്പിരിച്വലിയുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തപ്പോൾ
മാർത്ത സീസറിനുള്ളത് കൊടുക്കാനുള്ള വ്യഗ്രതയിലാണ്. പക്ഷേ ഈ മാർത്തയാണ് ക്രിസ്തു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ ഓടി വന്ന് ക്രിസ്തുവിനോട് പറയുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഇത് മാനുഷികതയിലുള്ള പ്രാർത്ഥനയാണ്. അപ്പോഴും മറിയം അവിടെ തന്നെ ഇരുന്നു, ഭവനത്തിന് വെളിയിലേക്ക് അവൾ ഇറങ്ങിയില്ല. അവൾ ക്രിസ്തുവിൻ്റെ പാദാന്തികം എന്ന് പറയുന്ന ധ്യാനത്തിലായിരുന്നു. അവൾക്ക് ബോധ്യമുണ്ട് ക്രിസ്തു വരുമെന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, മറിയം എന്ന് പറയുന്ന ദൈവത്വത്തിന്, അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചൈതന്യമുള്ള, ഈശോ പറഞ്ഞില്ലേ, അവൾ ശരിയായ കാര്യം തിരഞ്ഞെടുത്തു. അവൾ ശരിയായ കാര്യം തിരഞ്ഞെടുത്തു. മർത്തയെ ദൈവം 2 തവണ വിളിച്ചു, മറിയത്തെ 1 തവണയെ വിളിച്ചുള്ളൂ. മർത്ത മർത്ത എന്ന് 2 തവണ വിളിക്കുന്നുണ്ട്. മറിയത്തെ ദൈവം വിളിക്കുന്നത് ഒറ്റത്തവണയാണ്. അവൾ ശരിയായ കാര്യം തിരഞ്ഞെടുത്തു. മർത്ത മർത്ത, നീ പല കാര്യങ്ങളിൽ വ്യാപൃതയാണ്, പല കാര്യങ്ങളാണ് മർത്തയിലുള്ളത്. അതുകൊണ്ട് 2 തവണ വിളിച്ചാലേ വിളി കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പല കാര്യങ്ങളിൽ വ്യാപൃതനാകുമ്പോൾ ക്രിസ്തുവിന് 2 തവണ വിളിക്കേണ്ടി വരും. പ്രിയമുള്ള ദൈവജനമേ, 2 തവണ വിളിക്കുന്നതിലല്ല, 2 സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നതില്ല. ക്രിസ്തു ഒരു വ്യക്തിയെ തന്നിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ സഹനം എത്തിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ 2 തവണ വിളിക്കാൻ ഇട കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക. ലാസറിനെ ഉയർപ്പിക്കാൻ ഈശോ അങ്ങോട്ട് ചെന്നു. ബഥാനിയയിലേക്ക് കർത്താവ് ചെല്ലുമ്പോൾ അകമ്പടിയോടുകൂടെ ഒത്തിരി പേരുണ്ട്. 12 വർഷം പഴക്കമുള്ള രക്തസ്രാവം നിലച്ചില്ല. ക്രിസ്തുവിൻ്റെ വസ്ത്രം അതിനെ നിലപ്പിച്ചു. അവളിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ രക്തസ്രാവക്കാരി എന്നുള്ള ശക്തി കൊണ്ട് അവൾ സൗഖ്യം പ്രാപിച്ചു. അവളുടെ രക്തസ്രാവം നിലച്ചു. ക്രിസ്തു വെറുതെ നിന്നുകൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശതാധിപൻ പറഞ്ഞു, നീ എൻ്റെ ഭവനത്തിലേക്ക് വരാൻ എനിക്ക് യോഗ്യതയില്ല. ക്രിസ്തു അവിടെയും നിന്നുകൊടുത്തു, സൗഖ്യം കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോകും വഴി സൗഖ്യം പ്രാപിക്കുന്ന 10 കുഷ്ഠരോഗികളെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരാൾ തിരിച്ചു വരുന്നുണ്ട്, ഒരാൾ തിരിച്ചു വരും. ഇത് ഈശോ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു നാണയത്തിൻ്റെ മറുവശം എന്ന് പറയുന്നത് തിരിച്ചുവരവാണ്. ആ തിരിച്ചു വന്ന വ്യക്തി ടാക്സ് പേ ചെയ്തു, ക്രിസ്തുവിന് നന്ദി പറയാനുള്ള ടാക്സ് പേ ചെയ്തു. ബാക്കി 9 പേരും ടാക്സ് പേ ചെയ്തില്ല. 10 പേരുടെയും കുഷ്ഠം മാറി, സ്കിൻ ഡിസീസ്, അഥവാ ഞാൻ പറഞ്ഞില്ലേ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഓർഗനായ സ്കിന്നിനെ കർത്താവ് സുഖപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നന്ദിയുടെ വാക്ക് ഈശോ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ കർത്താവിൻ്റെ അടുത്ത് വരുന്നില്ല. ഹല്ലേലൂയ. ഈ കുഷ്ഠരോഗികളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ അവർ പബ്ലിക് പ്ലേസിൽ അവർക്ക് പോകാൻ പാടില്ല. അവർ പോകുമ്പോൾ അവരെന്തെങ്കിലും ശബ്ദം മുഴക്കി ഇവർ വരുന്നുണ്ട് എന്നുള്ള സൂചനയായ വല്ല മണികിലുക്കിയൊക്കെ ഇവർ പോകണം. അപ്പോൾ ബാക്കിയുള്ളവർ ഒഴിഞ്ഞു മാറുകയോ ബാക്കിയുള്ളവരുള്ള സ്ഥലത്ത് ഇവർ ഒഴിഞ്ഞു മാറുകയോ ചെയ്യേണ്ട കാലഘട്ടത്തിലാണ് 10 പേര് ഒരുമിച്ച് അകലെ നിന്ന് ക്രിസ്തുവിനെ വിളിച്ചു എന്ന് പറയുന്നത്. പ്രിയമുള്ള ദൈവജനമേ, അവിടെയും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്താനുള്ള നമ്മളിലുള്ള 10 പാപങ്ങൾ, പ്രിയമുള്ള ദൈവജനമേ, നമ്മളിലുള്ള 10 പാപങ്ങൾ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റാതാകുമ്പോൾ, ഈശോ 10 കൽപ്പനകളുടെ ലംഘനങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്തേക്ക് എത്താൻ പറ്റാതാകുമ്പോൾ അകലെ നിന്ന് യേശുവിനെ വിളിക്കാനുള്ളൊരു സാധ്യത അപ്പോഴും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കുഷ്ഠരോഗികൾക്ക് ക്രിസ്തുവിൻ്റെ അടുത്തെത്താൻ പറ്റില്ല, സമൂഹം വിലക്കി. പക്ഷെ എന്നിട്ടും അവർ ക്രിസ്തുവിനെ കണ്ടെത്തി. ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ കർത്താവിനെ അന്വേഷിക്കാത്ത മക്കൾ, ദൈവത്തെ തിരിച്ചറിയാത്തവരും നമ്മൾ അറിയേണ്ടത് ഈ വസ്തുത തന്നെയാണ്. അതായത് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള യോഗ്യത നമുക്കില്ലെന്ന് പറയുമ്പോഴും കുഷ്ഠരോഗികൾക്ക് ഒരു സാധ്യതയുമില്ലാതിരുന്നിട്ടും ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ കർത്താവിന് സൗഖ്യം പ്രാപിച്ചത് എങ്ങനെയാണ്? അവർ വിളിച്ചു, അവരുടെ സ്വരം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തി.
അവരുടെ സ്വരമെത്തി. അവർക്ക് എത്താൻ പറ്റാത്തപ്പോഴും നമ്മൾക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഓരോന്നിലും നമ്മുടെ പാപങ്ങൾ മൂലം ഫിസിക്കലി ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധ ബലിയിലേക്ക് എത്താൻ പറ്റുന്നില്ലേ? നിൻ്റെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയാലും മതി. കുഷ്ഠരോഗികളുടെ സ്വരമാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ ക്രിസ്തുവിന് ശക്തി സൗഖ്യമായിട്ട് അവരിലേക്ക് ചെന്നത്. ലാസറിനെ ഉയർപ്പിക്കാൻ ക്രിസ്തു കടന്നു ചെന്ന വഴി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മർത്തയിലൂടെ മറിയത്തിലൂടെ അവൻ്റെ ശവക്കല്ലറയ്ക്കടുത്തെത്തി കർത്താവ് അതിനു മുന്നിൽ നിന്നു. അപ്പോൾ പോകും വഴി ഇവർ പറയുന്നുണ്ട്, ഇത് 4-ാം ദിവസമാണ്, അഴുകി തുടങ്ങിയിട്ടുണ്ട്. 4-ാം ദിവസത്തിൻ്റെ അഴുകൽ ക്രിസ്തുവിനെ സംബന്ധിച്ച് ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഴുകി തുടങ്ങിയെടുത്ത് നിന്നേ ക്രിസ്തു തുടങ്ങുള്ളൂ. അഴുകി തുടങ്ങിയിട്ടുണ്ടോ, അവിടെ നിന്നാണ് ക്രിസ്തു തുടങ്ങുന്നത്. അവിടെ ഈശോ വിളിച്ച് ലാസറെ പുറത്തു വരിക. ഒത്തിരി വലിയ പ്രാർത്ഥനകൾ കർത്താവ് ലാസറിനോട് പറയാനില്ല. മർത്തയോടും മറിയോടത്തോടും ഒരുങ്ങി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നില്ല. ക്രിസ്തു തന്നിൽ നിന്ന് അഭിഷേകത്തെ പുറപ്പെടുവിക്കുന്നത് എപ്പോഴാണ്? എല്ലാ വഴികളും അടയുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാത്തപ്പോഴെല്ലാം അവരെ കൊണ്ട് തന്നെ കർത്താവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വഴിയും അടയുമ്പോഴേ ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുള്ളൂ. ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട സ്ഥലങ്ങളെല്ലാം നിങ്ങളെടുത്ത് നോക്കിയേ. അവരെ കൊണ്ട് പറ്റുന്നില്ലെന്ന് കാണുമ്പോൾ രക്തസ്രാവക്കാരി കർത്താവിനെ ബുദ്ധിമുട്ടിച്ചോ? ഇല്ല. ശതാധിപൻ കർത്താവിനെ ബുദ്ധിമുട്ടിച്ചോ? ഇല്ല. എന്താ? നീ എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യതയില്ല. അവിടെ ബുദ്ധിമുട്ടിക്കുന്നില്ല ക്രിസ്തുവിനെ. പ്രിയമുള്ളവരെ, ഇതുപോലെ പല കാര്യങ്ങളിലും എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിനെ ഒഴിവാക്കാൻ പറ്റുന്ന പല മേഖലകളുണ്ടെങ്കിൽ നമ്മൾ അവനെ ഒഴിവാക്കണം എന്നുകൂടെ ഈശോ നമ്മളോട് പറയുന്നുണ്ട്. അവനെ ഒഴിവാക്കാൻ പറ്റുന്നിടത്തെല്ലാം ക്രിസ്തുവിനെ നമ്മൾ ഒഴിവാക്കി വിടണം എൻ്റെ ആവശ്യങ്ങളിൽ. അതാണ് ഈശോ പറഞ്ഞത്. പേഴ്സണലി ഉള്ള ഇൻറ്റൻഷൻ അല്ല ഈശോ ആഗ്രഹിക്കുന്നത്. അവിടെ എന്നും നിനക്ക് യേശുവിൻ്റെ ആവശ്യമില്ല. പക്ഷെ അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നീ നിൻ്റെ കർത്താവിനെ വിളിക്കണം. നിൻ്റെ പാപം നിനക്ക് വിലങ്ങുതടിയാകുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ നിനക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കൃപ ആവശ്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിൻ്റെ പാപം അതിനുപകരിക്കും. കാരണം എന്താണെന്നറിയോ? ആ പാപത്തെ നീ തന്നെ ചെറുത്ത് തോൽപ്പിക്കുകയാണെങ്കിൽ. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്കുണ്ട്. സകല വിശുദ്ധരുടെ ലിറ്റനി നിങ്ങൾ ദിവസവും ചൊല്ലണം. അത് ചൊല്ലാത്തൊരു ദിവസം പോലും നിങ്ങൾക്കുണ്ടാവരുത്. സകല വിശുദ്ധരുടെ ലുത്തീനിയ ചൊല്ലാത്തൊറ്റ ദിവസം ഉണ്ടാവരുത്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ഓരോ വിശുദ്ധരോട് നിങ്ങൾ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അപ്പോഴത്തെ ആത്മസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള വിശുദ്ധ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വിളിക്കും. മുടക്കരുത്. അത് മുടക്കരുത്. അത് നിങ്ങൾ ചൊല്ലിയാൽ മതി. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് സമർപ്പിക്കേണ്ട. അവിടെ അത് സോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുണ്ടോ? സകല വിശുദ്ധരുടെ ലുത്തീനിയ ചൊല്ലിയാൽ മതി. ഒന്നും എണ്ണം പറഞ്ഞ് പറയേണ്ട ദൈവത്തിൻ്റെ മുമ്പിൽ. സകല വിശുദ്ധരുടെ ലുത്തീനിയ മാത്രം ചൊല്ലുക. നിങ്ങളുടെ ഫിസിക്കൽ ഇൻറ്റൻഷൻസിന് വേണ്ടിയിട്ട് എല്ലാം നിങ്ങൾ സകല വിശുദ്ധരുടെ ഒരു ലുത്തീനിയ ചൊല്ലിയിട്ടേക്കുക. അതിൽ നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ അവരിലൂടെ കർത്താവ് അത് സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നീ നിൻ്റെ നിയോഗം ചോദിക്കരുത്. പിന്നെ നീ ചോദിക്കേണ്ടത് നിൻ്റെ ആത്മരക്ഷയെക്കുറിച്ചാണ്. ദൈവത്തോട് ആരായേണ്ടത്, കർത്താവേ എൻ്റെ ആത്മരക്ഷ, ആത്മാവിൻ്റെ തലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ആത്മാവിനെ തിരിച്ചു പിടിക്കണം. അവിടെ നീ ദൈവത്തിൻ്റെ മുൻപിൽ ആരാധനകൾ സമർപ്പിക്കണം. ആമേൻ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലാസറിൻ്റെ മുൻപിൽ ചെന്ന് ഈശോ നിന്നിട്ട് കർത്താവ് മറ്റുള്ളവരോട് പറഞ്ഞ കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. കല്ലുരുട്ടി മാറ്റി. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പല പ്രസംഗങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. കല്ല് നമ്മൾ രക്ഷയ്ക്ക് തടസ്സമാകുന്ന കല്ല് എന്നൊക്കെ നമ്മൾ ഒത്തിരി കേട്ടു. കല്ല് ഉരുട്ടി മാറ്റുക. പ്രിയമുള്ളവരെ, കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് കല്ലുരുട്ടി മാറ്റാൻ. ഹല്ലേലൂയ. രക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്ന കല്ലെന്നാണ് നമ്മളെല്ലാം അതിനെക്കുറിച്ച് കേട്ടിരിക്കുന്നത്. പലരും പറയും നമുക്ക് രക്ഷയ്ക്ക് തടസ്സമുണ്ടെങ്കിൽ ആ രക്ഷയ്ക്ക് തടസ്സമാകുന്ന കല്ല് ഉരുട്ടി മാറ്റുക എന്നാണ് പറയുന്നത്. എല്ലാവരും പറയുന്നതാ. പക്ഷേ ഈശോ പറയുന്നത് ശരിക്കും അതല്ല. രക്ഷയ്ക്ക് തടസ്സമല്ല. സാത്താൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കല്ലുകളോട് അപ്പമാകാൻ പറയുക. അതായത് ലാസർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കല്ലുകൾ മൂലം അടച്ചു വച്ചിരിക്കുന്ന, അപ്പമാകേണ്ട കല്ലുകൾ എന്ന രീതിയിൽ സാത്താൻ അതിനെ അടച്ച് ക്ലോസ് ചെയ്ത് കളഞ്ഞു, അഴുക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നു.
ലാസർ എങ്ങനെ മരിച്ചു? ലാസറിൻ്റെ പ്രായം എത്ര? ലാസറുമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ബന്ധം എന്താ? ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ മറ്റു പല സ്രോതസ്സിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ബൈബിളിലല്ലാതെ നമ്മൾ ഈ ലാസറിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ലാസർ ഒന്നും മിണ്ടുന്നില്ല, പക്ഷേ ലാസർ ജീവനിലേക്ക് കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസർ ഒന്നും മിണ്ടാതിരുന്നിട്ടും ലാസറിൻ്റെ പേര് വെളിപാടിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൽ എഴുതി ചേർത്തു. ക്രിസ്തുവിൻ്റെ പേരിനോടുകൂടെ എഴുതി ചേർക്കപ്പെട്ട പേരാണ് ലാസർ. ക്രിസ്തുവിൻ്റെ പേരിനോടുകൂടെ എഴുതി ചേർക്കപ്പെട്ട പേരാണ് യൂദാസ്. ഒറ്റിക്കൊടുത്തിട്ടും യേശുവിൻ്റെ പേരിനോട് കൂടെ ഈ പേരും നമ്മൾ ഈ എടുത്തു പിടിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി ചേർക്കപ്പെട്ടില്ലേ? പക്ഷേ കർത്താവിൻ്റെ രോഗസൗഖ്യം മേടിച്ചവരിൽ തളർവാദ രോഗിയുടെ പേര് എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല. അന്ധയാചകന്മാരുടെ പേര് അതിൽ ബർത്തമീയൂസിൻ്റെ ഒഴികെ, തിമേയൂസിൻ്റെ മകൻ ബർത്തമീയൂസിൻ്റെ ഒഴികെ എഴുതി ചേർക്കപ്പെടുന്നില്ല. കർത്താവ് എഫാത്ത വചനം ചൊല്ലി കർത്താവ് ഓപ്പൺ ചെയ്യപ്പെട്ട ചെകിടനും മൂകനും. പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെയൊന്നും എഴുതി ചേർക്കപ്പെടുന്നില്ല, സൗഖ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ചില വ്യക്തിത്വങ്ങൾ നമ്മൾ ബൈബിളിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, പേരെഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്, വിളി വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നായിം പട്ടണത്തിലെ വിധവയുടെ പുത്രൻ പേരെഴുതിയിട്ടില്ല, വിളി കറക്റ്റല്ല, വിളി മാറ്റമുണ്ട്. ലാസറിൻ്റെ വിളിയല്ല നായിം പട്ടണത്തിലെ വിധവയുടെ പുത്രന്. രണ്ടിടത്തും ഉയർപ്പ് നടക്കുന്നുണ്ടെങ്കിലും വിളി അനുസരിച്ചാണ് പേരെഴുതി ചേർക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും പേരെഴുതി ചേർക്കപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ കത്തോലിക്കരാണ്, കൂദാശകൾ സ്വീകരിക്കുന്നു. പക്ഷേ ഈ എഴുതി ചേർക്കപ്പെട്ട ഞാനും നിങ്ങളും, ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതി ചേർക്കപ്പെട്ട ഞാനും നിങ്ങളും, പ്രിയപ്പെട്ട ദൈവജനമേ, എന്തുകൊണ്ടാണ് ഈ ഒരു യോഗ്യത ഉണ്ടായിട്ടും യേശുവിനോട് കൂടെ ആ ഒരു ഗ്രന്ഥത്തിലേക്ക് എഴുതി ചേർക്കപ്പെട്ട പേരുണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് അവനെ നിന്ദിച്ച് ജീവിക്കുന്നു? ഈശോ ലാസറിനെ ഉയർപ്പിക്കുമ്പോഴും നമ്മൾ പറയും കർത്താവിൻ്റെ സുഹൃത്തായിരുന്നു എന്നുള്ളത് കൊണ്ട് അല്ല, അവൻ്റെ വിളി വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, 12 ശിഷ്യന്മാരെ എടുത്ത് കാണിക്കുന്നുണ്ട്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് എടുത്ത് നോക്കിയേ, 12 ശിഷ്യന്മാരെ പരിചയപ്പെടുത്തുന്ന വചനഭാഗം എടുത്ത് നോക്കിയേ. അവരുടെ പേരുകൾ എഴുതി ഒന്നാമൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസിൻ്റെ പേര് എഴുതുന്നത്. ഇങ്ങനെ താഴേക്ക് എഴുതി. ക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോഴും ആദ്യത്തെ 4, രണ്ടാമത്തെ 4, മൂന്നാമത്തെ 4, 4, 4, 4 ക്രമത്തിൽ അവരുടെ അഭിഷേകത്തിൻ്റെ തലം അനുസരിച്ചാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് പോലും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തു പേ ചെയ്യുന്നത്, കണക്ക് അവതരിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരേ കൂലി. ടാക്സ് കൊടുക്കുന്നത് പോലെ കർത്താവ് സാലറി കൊടുക്കുന്നതിലും വ്യത്യാസമുണ്ട്. കർത്താവിൽ നിന്ന് സാലറി കൈപ്പറ്റുമ്പോൾ പ്രിയമുള്ളവരെ, അവസാനം വന്നവനാണ് ഏറ്റവും കൂടുതൽ പണിയെടുപ്പിക്കേണ്ടി ഇരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ്, നമ്മൾ ചിന്തിക്കും ആദ്യം വന്നവനാണ് കൂടുതൽ ജോലി ചെയ്തതെന്ന്. ആദ്യം വന്നവൻ ചെയ്ത ജോലി കുറവാണ്. അവസാനം വന്നവനാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നത് ക്രിസ്തുവിനെ സംബന്ധിച്ച്, ക്രിസ്തു വിളിച്ചതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ആദ്യം വന്നവൻ്റെ അതേ കൂലി എന്നുള്ള രീതിയിൽ അവസാനം വന്നവന് കർത്താവ് കൂലി കൊടുക്കുന്നുണ്ട്. കൂലി ഒന്നേ ഉള്ളൂ, നിത്യജീവനാണ്. ആദ്യം വന്നാൽ അവസാനം വന്നാലും കൂലി ഒന്നാണ്, നിത്യജീവനാണ് ഈശോ കൊടുക്കുന്ന കൂലി എന്ന് പറയുന്നത്. ആ കൂലി എന്താ? വിളവ് അധികം, വേലക്കാർ ചുരുക്കം. കർത്താവെ, നമ്മൾ ഈശോ പറയുന്നുണ്ട്, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഈശോ തന്നെ പറഞ്ഞതാ, വേലക്കാർ ചുരുക്കമാണ്, അത്രേ പാടുള്ളൂ. ഒത്തിരി വേലക്കാർ പാടില്ല. അതുകൊണ്ട് തന്നെ വിളിക്കപ്പെട്ട് പേരെഴുതി ചേർക്കപ്പെട്ടവർ ബൈബിളിൽ ചുരുക്കമാണ്. മത്തിയാസിന് കുറി വീണു, യൂദാസിന് പകരം മത്തിയാസിന് കുറി വീണു എന്നുള്ളതാണ് പറയുന്നത്. തെരഞ്ഞെടുത്തു. ഇവിടെയും തെരഞ്ഞെടുപ്പ് കുറി വീണ്, നറുക്കിട്ടു. ക്രിസ്തുവിൻ്റെ തിരുവസ്ത്രത്തിന് വേണ്ടിയിട്ടും കുറിയിട്ടുവർ നറുക്കിട്ടു. ചിലതെല്ലാം തെരഞ്ഞെടുപ്പാണ്. ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ ചിലതെല്ലാം തെരഞ്ഞെടുപ്പാണ്. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവ് പ്രവർത്തിച്ച സൗഖ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രത്യേകത പാപം കടന്നു വരുന്ന വഴികൾ. അതുകൊണ്ട് കർത്താവ് അതിനെ കണ്ണ്, അധരം, സ്കിന്ന്, ഇതെല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കുഷ്ഠരോഗി, ചെകിടൻ, ഊമൻ, അന്ധൻ, ഇങ്ങനെയാണ് കർത്താവിൻ്റെ സുഖപ്പെടുത്തലിൻ്റെ രീതി. ഇതെല്ലാം കർത്താവ് സുഖപ്പെടുത്തി, ഒറ്റയടിക്ക് കർത്താവ് സുഖപ്പെടുത്തി. അതായത് പഞ്ചേന്ദ്രിയങ്ങളിൽ കുടികൊണ്ടിരുന്ന പിശാചിനെ അവൻ പുറത്താക്കി. അവിടെ കർത്താവ് ഒരു കാവൽ ദൂതനെ നിയോഗിച്ചു. അതുകൊണ്ട് ആ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് വരുന്ന പാപത്തെ കർത്താവ് ബ്ലോക്ക് ചെയ്തു. പഞ്ചേന്ദ്രിയം ഹീലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ,
വീണ്ടും നമ്മൾ ഉൽപ്പത്തിയിലേക്ക് വരുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൊന്ന്, ഉൽപ്പത്തി 2:7-8, നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം നിശ്വസിച്ചു. നാസാരന്ധ്രങ്ങളിലേക്ക് ആദ്യത്തെ ഒരു ഹീലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. മണ്ണിൽ നിന്ന് മനുഷ്യനെ ഫോം ചെയ്തു. എത്ര കാലം മണ്ണിൻ്റെ ഫോമിൽ ഈ മനുഷ്യനായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഇത് ഫോം ചെയ്ത് അപ്പം തന്നെ നമ്മുടെ ഒറ്റ ഊതിയതല്ല. മണ്ണിൽ നിന്ന് ഫോം ചെയ്ത് എത്ര കാലം ഈ മണ്ണിൻ്റെ ഫോമിൽ ഈ മനുഷ്യനെ കർത്താവ് ഹോൾഡ് ചെയ്തു നമുക്കറിയില്ല. സൃഷ്ടികർമ്മത്തിൽ കർത്താവ് എത്ര കാലം എടുത്തിട്ടാണ് നിശ്വസിച്ചത് അതും നമുക്കറിയുന്നില്ല. 6 ദിവസത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് കർത്താവ് മനുഷ്യനെ പറ്റി ആലോചിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. കർത്താവ് അവിടെയും പറയുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരുക്കമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും, ഇനി നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യന് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളെ ഫോം ചെയ്യുന്നത്. അവിടെയും കർത്താവ് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം നിശ്വസിച്ചു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. വീണ്ടും കർത്താവ് ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ ശരീരം ഹെൽത്തി ആകണോ? പഞ്ചേന്ദ്രിയങ്ങളെ വിശദീകരിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗങ്ങളും വരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പഞ്ചേന്ദ്രിയങ്ങൾ സ്പിരിച്വലി ഹെൽത്തി ആകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന പാപം നിങ്ങൾ ബ്ലോക്ക് ചെയ്താൽ ശരീരത്തിൻ്റെ ഓരോ ഓർഗണും ഹെൽത്തി ആയിരിക്കും. പുക വലിക്കുന്നവർ, കഞ്ചാവ് എടുക്കുന്നവർ, ലഹരി ഉപയോഗിക്കുന്നവർ, മദ്യം സ്വീകരിക്കുന്നവർ, അമിതമായിട്ട് ഉറങ്ങുന്നവർ, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ, ഇതെല്ലാം എൻട്രി ചെയ്യുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. ഇതെല്ലാം നിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ കെടുത്തിക്കളയും. ഇതെല്ലാം നിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ കെടുത്തിക്കളയും. അമിതമായിട്ടുള്ള ഉറക്കം, അതായത് കാണണ്ട ഒന്നും. ഞാൻ ഇങ്ങനെ പുതച്ച് മൂടി കിടക്കുമ്പോൾ എൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുക, ഒന്നും കാണണ്ട. അത്രയും സമയം നിനക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിൻ്റെ ഇത്ര ഭാഗം നിൻ്റെ കണ്ണ് ഓപ്പണായിരിക്കണം. കണ്ണ് ഓപ്പണായിട്ട് ലോകത്തെ കാണാനല്ല, ദൈവത്തെ കാണാനുള്ള തുറവിയാണ്. അതിന് പകരം ഞാൻ ഉറങ്ങിക്കിടക്കുക, അവിടെ പഞ്ചേന്ദ്രിയങ്ങൾ ബ്ലോക്ക്, ശരീരത്തിൽ രോഗം കുന്നുകൂടും. പകൽ ഉറങ്ങുന്നവരെ എടുത്ത് നിങ്ങൾ നോക്കിയോ, രോഗം ഇരട്ടിയ, ഒബസിറ്റി ഇരട്ടിയ അവർക്ക്. പകൽ ഉറങ്ങുന്നവരെ നിങ്ങൾ എടുത്ത് നോക്കിയോ, പകൽ കിടന്നുറങ്ങുന്ന അത് ഒരിക്കലും ക്ഷീണമല്ല, അത് അരൂപിയാണ്. അത് അരൂപിയാണ്. എന്തുകൊണ്ടാണ്? അത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന സ്പിരിറ്റാണ് ഉറക്കം. നമുക്കൊരു 3 മണിക്കൂർ, മാക്സിമം ഒരു 4 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി ഒരു ദിവസം. നിങ്ങൾക്കൊന്നും വരില്ല. 4 മണിക്കൂറൊക്കെ ലാവിഷാണ്. 4 മണിക്കൂർ കണ്ണ് അടഞ്ഞിരുന്നാൽ മതി. പക്ഷെ നിങ്ങളിപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഉറക്കത്തിലാണ്. കാരണം ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനത്തെ മണിക്കൂറാണ്. കാരണം ഇനിയൊരു ടോക്കില്ല, ഇത് ലാസ്റ്റ് ടോക്കാണ്. ആ ലാസ്റ്റ് ടോക്കിലും ആദ്യത്തെ ടോക്കിൻ്റെ അതേ ഉറക്കത്തിൻ്റെ അഭിഷേകം ഇപ്പോഴും ഉണ്ട്. ദൈവത്തിന് നന്ദി പറയാം. വേറെ ഒരു അഭിഷേകവും കിട്ടിയില്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങാനുള്ള അഭിഷേകം ബ്രദറിൻ്റെ ധ്യാനത്തിൽ നിന്ന് കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഭംഗിയായിട്ട് ഉറങ്ങുന്നത് എനിക്ക് എനിക്ക് സന്തോഷം, അസൂയ വരുന്നത് നിങ്ങളെ കണ്ടിട്ട്. ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾ ഉറങ്ങുക, ഇത്രയും ഭംഗിയായിട്ട്, ഇത്രയും സ്വരത്തിൽ പറഞ്ഞാലും നിങ്ങൾക്ക് ഇത്രയും ഭംഗിയായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്നിനെപ്പറ്റിയും ഉത്കണ്ഠപ്പെടണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ചത്ത് കിടന്നാലും നിങ്ങൾ മാറിക്കിടന്ന് ഉറങ്ങുമെന്നുള്ളത് ഷുവറാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ ചത്ത് കിടന്നാലും നിങ്ങൾ ഈ ഉറക്കം തന്നെ അവിടെയും കീപ്പ് ചെയ്യും. അവരുടെ ആത്മരക്ഷയാണ് നിങ്ങളെ സംബന്ധിച്ചൊരു വിഷയം ആയിരിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഈ ഉറക്കം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമിതമായ നമ്മുടെ ക്ഷീണം ഒരിക്കലും ശരീരത്തിൻ്റേതല്ല, സാത്താൻ്റേതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ വീഴണ്ടേ? സാത്താൻ്റേത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണേ. ഈശോ പറയുന്നുണ്ട്, ഉപവാസം എടുക്കുന്ന സമയത്ത് ഈശോ ഏറ്റവും കൂടുതൽ പ്രഷർ തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഉറക്കം നിൽക്കാൻ പറയും. ഉപവസിക്കുന്ന സമയത്ത് ഈശോ ഏറ്റവും കൂടുതൽ തരുന്ന പ്രഷർ ഉറക്കം നിൽക്കാൻ പറയും. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ ഭക്ഷണവും ഉറക്കവും ഇല്ലെങ്കിലുള്ള മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ ഈശോ പറയും, ഉപവസിക്കുമ്പോൾ നിൻ്റെ ശരീരത്തിന് ആരോഗ്യം വേണോ? നീ ഉറങ്ങരുതെന്നാണ് പറയണേ. ഉപവസിക്കുമ്പോൾ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഉറങ്ങരുതെന്ന് പറയും. ഉപവസിക്കുമ്പോൾ നീ ഉറങ്ങിയാൽ നിൻ്റെ ശരീരം വീക്കായി തുടങ്ങും.
ഉപവസിക്കുമ്പോൾ രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ പറയും. പകല് നിനക്ക് ഉപവസിക്കാനുള്ള ശക്തി നീ നേടിയെടുക്കുന്നത് രാത്രിയിലെ ഉറക്കം നിന്ന് പ്രാർത്ഥിക്കുന്നതിലാണ്. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി കെട്ടുകിടക്കുക, നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ളതാണ് കർത്താവ് പറയുള്ളൂ. ഈശോ പറയുന്നതെല്ലാം നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈശോ പൊട്ടന്മാരെ മാത്രമേ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ. ആർക്കും വേണ്ടാത്തതിനെ മാത്രമേ കർത്താവ് കൃപ കൊടുക്കുകയുള്ളൂ. ലോകത്തിന് വേണ്ടാത്തതിനെ മാത്രം ഈശോ ചൂസ് ചെയ്തിട്ട് അവർക്ക് ഈശോ കൃപ കൊടുക്കുകയുള്ളൂ. കാരണം എന്താണെന്നറിയോ? ബുദ്ധി പ്രവർത്തിക്കരുത്. കർത്താവിൻ്റെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കരുത്. ബുദ്ധി വലിയ സംഭവമാണ്. ബുദ്ധി പ്രവർത്തിക്കരുത്. ഒത്തിരി ഡിഗ്രി നേടരുത്. ഒത്തിരി ഡിഗ്രി നേടിയാൽ അതെല്ലായിടത്ത് കത്തിച്ച് കളയേണ്ടി വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ഈ വചനത്തിൽ നിങ്ങൾ അടുത്ത വാക്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാനത്തി പ്രകാരം എഴുതി വച്ചിരിക്കുന്നു, നഗര കവാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ ദ്വേഷിക്കുന്നു, സത്യം പറയുന്നവരെ അവർ ജുഗുപ്സയോടെ നോക്കുന്നു, ദരിദ്രനെ ചവിട്ടി അരയ്ക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതമ്പ് ഈടാക്കുകയും ചെയ്ത് നിങ്ങൾ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു, എന്നാൽ നിങ്ങളതിൽ വസിക്കുകയില്ല. മനോജ്ഞമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ട് വളർത്തുന്നു, എന്നാൽ അതിലെ വീഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല. നിങ്ങളുടെ അതിക്രമങ്ങൾ എത്രയെന്നും നിങ്ങളുടെ പാപങ്ങൾ എത്ര ഗൗരവമേറിയതെന്നും എനിക്കറിയാം. നിങ്ങൾ നീതിമാന്മാരെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും നിരാലംബർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. ഇക്കാലത്ത് വിവേകി മൗനം പാലിക്കുന്നു. കാലം ദുഷിച്ചതാണ്. തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവേകി മൗനം പാലിക്കുന്നു, കാരണം കാലം ദുഷിച്ചതാണ്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒന്നിനോടും നിങ്ങൾ മറുതലിക്കരുത് എന്നൊരു വചനം ഈശോ നമുക്ക് തരുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. കിട്ടിയ അഭിഷേകം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് ഈശോ ചിന്തിക്കുന്നുണ്ട്, ഈശോ നോക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു അഭിഷേകം തന്നാൽ ഈ അഭിഷേകം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ഈശോയ്ക്ക് വാക്ക് കൊടുക്കുക, കർത്താവ് ഈ അഭിഷേകത്താൽ അനേകം ആത്മാക്കളെ ഞാൻ നേടിത്തരാൻ നിനക്ക് വേണ്ടിയിട്ട്, അനേകം ആത്മാക്കളെ, പാപത്തിലായിരിക്കുന്ന അനേകം ആത്മാക്കൾക്ക് ഞാൻ വിടുതൽ വാങ്ങിത്തരാനായിട്ട്, ഇവർക്ക് വിടുതൽ കൊടുക്കാൻ എൻ്റെ കരങ്ങളിലൂടെ നിൻ്റെ ശക്തിയെ ഞാൻ അവർക്ക് വേണ്ടി പകർന്നു കൊടുത്തോളാം. എൻ്റെ കരങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെടണം. നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മുടെ കരങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടണം. കർത്താവിൻ്റെ തിരുമുറിവുള്ള കരങ്ങളായിട്ട് നമ്മുടെ കരങ്ങളും നമ്മുടെ ശരീരവും മാറ്റപ്പെടണം. ഈശോയുടെ ശരീരത്തിലെല്ലാം മുറിവുകളുണ്ടായിട്ടും 5 ശതങ്ങൾ, കർത്താവിൻ്റെ 5 തിരുമുറിവുകളെയാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. ഈശോയുടെ 5 തിരുമുറിവുകളാണ്. നമ്മുടെ 5 മൂലപാപങ്ങൾ, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളുമായിട്ട് അതിന് കണക്ഷനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 5 തിരുമുറിവുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളെ നിങ്ങളെപ്പോഴും കഴുകി സൂക്ഷിക്കണം. ആത്മീയേന്ദ്രിയങ്ങളെ കഴുകി സൂക്ഷിക്കണം. നമ്മുടെ മക്കൾ നമ്മൾക്കെതിരെ തിരിയുന്ന സമയത്ത് നിങ്ങൾ അവരെ ദേഷ്യത്തോടെ നോക്കണ്ട, കരുണയോടെ അവരെ നിങ്ങൾ നോക്കിയാൽ മതി. അവരെ തിരുത്താൻ നിങ്ങളിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടാൽ മതി. പ്രിയപ്പെട്ടവരെ, ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ രേഖപ്പെടുത്തപ്പെടാത്ത ഒത്തിരി അത്ഭുതങ്ങളുണ്ട് എന്ന് സുവിശേഷകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. രേഖപ്പെടുത്തപ്പെടാത്ത അത്ഭുതങ്ങൾ. അതിനുശേഷം ഈ രേഖപ്പെടുത്തപ്പെടാത്ത അത്ഭുതങ്ങൾ കർത്താവിൻ്റെ ക്രിസ്തു ശിഷ്യരിലൂടെ വീണ്ടും അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ അത് നടക്കുന്നുമുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ 2 അത്ഭുതങ്ങൾ കുർബാനയെ സൂചിപ്പിക്കുന്നു. ഒന്ന് കാനായിലെ അത്ഭുതവും 2 5 അപ്പം 5000 പേർക്ക് വിഭജിച്ചു കൊടുത്തത് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തത്തെയും സൂചിപ്പിക്കുന്ന അത്ഭുതങ്ങളാണ്, നമുക്കറിയാം. അതിനുശേഷം ഈശോ നമ്മൾക്ക് തന്നിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങളിൽ ഏതെങ്കിലും രോഗപീഠകൾ നിങ്ങളിലുണ്ടോ, നിങ്ങൾ ഒറ്റ കാര്യം ഫോക്കസ് ചെയ്താൽ മതി. പ്രിയപ്പെട്ടവരെ, പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങളെപ്പോഴും വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ബ്ലഡിലുള്ള രോഗപീഠകൾ, തലമുറ വഴിയുള്ള രോഗപീഠകൾ, പാരമ്പര്യ രോഗങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ തലമുറകൾക്ക് വേണ്ടി മരിച്ചുപോയ
നിങ്ങളുടെ തലമുറകളിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. തലമുറകളിൽ നിന്നും മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ പാരമ്പര്യ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം മറ്റൊന്നല്ല, പാരമ്പര്യ രോഗം ഉണ്ട് എങ്കിൽ തലമുറകളിൽ നിന്നും മരിച്ച ആത്മാക്കൾ കയറിപ്പോകാനുണ്ട്. സ്ട്രോക്ക് പോലുള്ള അസ്വസ്ഥതകൾ, ഓട്ടിസം, സ്ട്രോക്ക്, ഹൈപ്പർ ആക്ടിവിറ്റി, ബുദ്ധിമാന്ദ്യം പോലുള്ള പീഡകളിലൂടെ നമ്മളുടെ കുടുംബങ്ങളിലുള്ള ആരെങ്കിലുമൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തലമുറകളിൽ വന്നിരിക്കുന്ന പ്രമാണ ലംഘനങ്ങളിൽ 1, 2, 3 കൽപ്പനകളുടെ ലംഘനങ്ങൾക്ക് നിങ്ങൾ പരിഹാരം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹൈപ്പർ ആക്ടിവിറ്റി, ബുദ്ധിമാന്ദ്യം, മാനസിക രോഗം പോലുള്ള രോഗങ്ങൾ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ, അതല്ലെങ്കിൽ സ്ട്രോക്ക് മൂലമുള്ള പീഡകളൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായി തലമുറകളിൽ വന്നിരിക്കുന്ന 1, 2, 3 കൽപ്പനകളുടെ ലംഘനങ്ങൾക്ക് പരിഹാരം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഹോർമോൺ ഇംബാലൻസ്, തൈറോയ്ഡ് പോലുള്ള രോഗപീഠകൾ, ഹോർമോൺ ഇംബാലൻസ്, തൈറോയ്ഡ്, ഗോയിറ്റ്, പാരാതൈറോയ്ഡ് ഇഷ്യൂസ് പോലുള്ള സംഭവങ്ങൾ ഒക്കെ വരുന്നുണ്ടെങ്കിൽ, 6-ാം പ്രമാണത്തിന് കീഴെ വരുന്ന ഹോമോസെക്ഷൽ സ്പിരിറ്റിൻ്റെ ആധിപത്യം തലമുറകളിലുണ്ടെങ്കിൽ അതിൻ്റെ വിടുതലിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്കിൻ ഡിസീസ് പോലുള്ള സ്കിന്നിന് പുറത്തുള്ള അസ്വസ്ഥതകൾ, സ്കിന്നിന് പുറത്തുള്ള പാണ്ട് രോഗങ്ങൾ, സ്കിന്നിന് പുറത്തുള്ള, അന്ന് കുഷ്ഠം എന്ന് പറഞ്ഞാൽ ഇന്ന് മറ്റ് പല വകഭേദങ്ങളിലുള്ള രോഗപീഠങ്ങൾ, സ്കിന്നിന് പുറത്തുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് പോലുള്ള രോഗപീഠകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങൾ സർപ്പക്കാവ് അമ്പലങ്ങൾ ഇതിൻ്റെ പരിസരത്ത് നിന്ന് നിങ്ങൾ മാറി താമസിക്കാനുള്ള വിവേകം നിങ്ങൾ കാണിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ കാലിൻ്റെ പാദം എപ്പോഴും വിട്ട് പോകുന്ന പെയിൻ, ഉപ്പൂറ്റിയിലുള്ള പെയിൻ, ഇങ്ങനെ നമ്മൾ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ നമ്മുടെ കാലിങ്ങനെ 2ആയിട്ട് പിളരുന്ന ടൈപ്പ് ഒരു വേദനയുണ്ട്. ഈ തുണിക്കടകളിലൊക്കെ ജോലിക്കുന്ന സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറേ സമയം നിന്നുള്ള ജോലി ചെയ്യുന്നവരെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് തന്നെ അവർക്ക് ആ വേദന കോമൺ ആണ്. കാരണം അവരുടെ നിപ്പാണ് അതിന് കാരണം. ഇതൊന്നും ഇല്ലാതെ, ഈ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ സാധാരണ വീട്ടുജോലി എടുത്ത് നടക്കുന്ന വ്യക്തികളിലെ കാലിൻ്റെ ഉള്ളനടിയിൽ വരുന്ന ശക്തമായ പെയിൻസ്, അങ്ങനെ വരുമ്പോൾ നിങ്ങളെ ഭൂമിയെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരിൽ നിന്ന് ആ ഭൂമി എടുത്തുവോ ആ ഭൂമിയിൽ നടന്നിരിക്കുന്ന മറ്റ് വിഗ്രഹങ്ങളുടെ പൂജകൾ, മറ്റ് വിഗ്രഹങ്ങളുടെ ആരാധനകൾ, ചിത കത്തിക്കൽ പോലുള്ള സംഭവങ്ങളൊക്കെ ആ ഭൂമിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. വിശുദ്ധ കുന്തിരിക്കം, അതായത് വെഞ്ചരിച്ച കുന്തിരിക്കം അങ്ങനെയുള്ള ഭവനങ്ങളിൽ നിങ്ങൾ പുകയ്ക്കുക. അങ്ങനെയുള്ള ഭവനങ്ങളിൽ എല്ലാ ദിവസവും കുരിശിൻ്റെ വഴിയുടെ 14 സ്റ്റേഷനുകളെ നിങ്ങൾ ധ്യാനിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം, റെസ്പിറേറ്ററി സിസ്റ്റം ഡാമേജ് ആകുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകളിൽ നിന്നും മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം വെള്ളത്തിൽ വീണ് മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പൈസ കൊടുക്കുക. വെള്ളത്തിൽ വീണ് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. തൂങ്ങി മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി, വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടി, കൊലപാതകം, അതുപോലെ തന്നെ ഒരുക്കമില്ലാത്ത മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട്, സൂയിസൈഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത് ക്രിസ്ത്യൻസാണ്. കാരണം സാത്താന് നമ്മുടെ ആത്മാവിനെ മതി. അതുകൊണ്ട് നമ്മൾക്ക് അവർ പ്രേരണ തരും. ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് സൂയിസൈഡാണ്. നിങ്ങളറിയുന്നില്ല സൂയിസൈഡ് ചെയ്ത വ്യക്തികൾ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ തീരുമാനം എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളുടെ തലമുറകൾ നിങ്ങൾക്ക് ദ്രോഹിക്കണമെങ്കിൽ
നിങ്ങളൊരു 7 തലമുറ മുന്നോട്ടുള്ളവരെ നിങ്ങൾക്ക് ദ്രോഹിക്കണമെങ്കിൽ നിങ്ങൾ സൂയിസൈഡ് ചെയ്താൽ മതി. എനിക്ക് കൂടുതൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അത്ര നിങ്ങളിപ്പോൾ തൽക്കാലം അറിയുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ തലമുറകളിൽ ദുർമരണപ്പെട്ടു പോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടെല്ലാം നിങ്ങൾ കുർബാനയ്ക്ക് പൈസ കൊടുക്കുക, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു 2-3 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ബെഡ്, 3 വർഷമായിട്ട് ഒരു ബെഡ് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ എടുത്ത് കത്തിച്ച് കളഞ്ഞേക്കുക, പുതിയത് മേടിക്കുക, യൂസ് ചെയ്യരുത്. ഏറ്റവും കൂടുതൽ പാപത്തിൻ്റെ തലം സ്ഥിതി ചെയ്യുന്നത് ബെഡിലാണ്. ഏറ്റവും കൂടുതൽ പാപം, മെനയുന്ന പാപം, ചിന്തകളിൽ വരുന്ന പാപം, ഫോൺ യൂസേജിൽ വരുന്ന പാപം. നിങ്ങളുടെ ഫോൺ മുറികളിൽ ഫോൺ യൂസ് ചെയ്യരുത്. അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയാൽ, ഒത്തിരി പഴക്കമുള്ളത് എല്ലാം നിങ്ങൾ ഒഴിവാക്കുക. ഒത്തിരി പഴകിയതിനെ വസ്തുക്കളാണ്ടോ, അപ്പാപ്പന്മാരെ അമ്മാമ്മമാരെയൊക്കെ എടുത്ത് പുറത്തറിയാനല്ല ഞാൻ പറഞ്ഞത്, വസ്തുക്കളുടെ കാര്യമാണേ. അപ്പോൾ ഇപ്പോഴേക്കും ഇവിടെ നിൽക്കേണ്ട, ഞാൻ ബ്രദർ പറഞ്ഞു പഴകിയതിനെ എല്ലാത്തിനും പുറത്താക്കാൻ പറഞ്ഞു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വസ്തുക്കൾ ഒത്തിരി വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതിനെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ പറയണമെങ്കിൽ ഞാൻ നടന്ന മറ്റ് ധ്യാനങ്ങളിലേക്ക് നിങ്ങൾ വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അസുഖങ്ങൾ, കുറേ കാര്യങ്ങളിലുള്ള വിടുതലുകൾ, നിങ്ങൾക്ക് അസുഖങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാ അസുഖങ്ങളും ഹോസ്പിറ്റലിലല്ല ഹീലിംഗ് കിട്ടുന്നത്. നമ്മുടെ ചില ഒരുക്കത്തിൽ അസുഖങ്ങൾക്ക് സൗഖ്യമുണ്ട്. നമ്മൾ ചില തിരുത്തലുകൾ വരുത്തിയാൽ അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും. പ്രിയപ്പെട്ടവരെ, എല്ലാ അസുഖങ്ങൾക്കും മെഡിസിൻ അല്ല. പ്രായശ്ചിത്തവും ചില പരിഹാര പ്രവൃത്തികളും നമ്മൾ ദൈവഹിതപ്രകാരം ചെയ്താൽ നിങ്ങൾക്ക് അസ്വസ്ഥതകൾ കുറയും. ദിവസവും പരിശുദ്ധ കുർബാന മുടക്കരുത്. വീണ്ടും പറയുന്നു, ദിവസവും പരിശുദ്ധ കുർബാന മുടക്കരുത്. പരിശുദ്ധ കുർബാന മുടക്കരുത്. ആയുസ്സിൽ ഒരു 60 വയസ്സ്, 60 വയസ്സ് വരെ ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് എത്ര ദിവസം, 60 365 കൊണ്ട് അതിനെ ഒന്ന് കണക്ക് കൂട്ടുമ്പോൾ എത്ര ദിവസം വരുന്നുണ്ട് ആ വ്യക്തിക്ക്? 60 വർഷത്തെ അത്രയും ദിവസം ഈ വ്യക്തിയിൽ ഫസ്റ്റ് ഹോളി കിട്ടിയതിന് ശേഷം ഒരു 10 വയസ്സ്, ഒരു 12 വയസ്സ് പോട്ടെ, ഒരു 15 വയസ്സ് തൊട്ട് ഇങ്ങോട്ട് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 10-45 വർഷത്തിൽ അത്രയും ദിവസവും ഈ വ്യക്തിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കർത്താവ് പെർമിഷൻ തന്നിട്ടുണ്ട്. കുമ്പസാരിച്ച് ഒരുങ്ങിയതിന് ശേഷം പ്രസാദപരാവസ്ഥയിലായിരിക്കുന്നെങ്കിൽ ഇത്രയും വർഷം, ഒരു 45 വർഷം പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റും എല്ലാ ദിവസവും. ഇതിൽ നമ്മൾ മുടങ്ങാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച വർഷം എത്ര എന്നുള്ളത് നോക്കുക. മുടങ്ങാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിൽ ഒരുക്കത്തോടുകൂടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് എത്ര? അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് മൈനസ് ചെയ്യാം. മുടങ്ങാതെ സ്വീകരിച്ചതും പോട്ടെ, ഒരുക്കത്തോടുകൂടെ സ്വീകരിച്ച എത്ര വർഷം? ഒരു 365 ദിവസം മാത്രം എടുക്കും. ഒരു വർഷമാണ് ഇത്രയും കാലത്തിനിടക്ക് ഒരുക്കത്തോടെ കുർബാന സ്വീകരിച്ചത്. അപ്പോൾ ഒരു 60 വയസ്സെത്തിയിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ബാക്കിയുള്ളതെല്ലാം കുർബാന കുറേ മിസ് ചെയ്തു. അർപ്പിച്ച ബലികളിൽ പലതും ഒരുക്കമില്ലാതെ അയോഗ്യതയോടുകൂടി അർപ്പിച്ചു. അപ്പോൾ ഈ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട കാലയളവ് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ തന്നെ ഒത്തിരി ഗുണനങ്ങളിങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, വിശുദ്ധ കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന ദിവസവും സ്വീകരിക്കണം. നമുക്ക് ക്ലെയിം ചെയ്യാൻ അവസാന നാളുകളിൽ ക്ലെയിം ചെയ്യാൻ അതേ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റു പ്രാർത്ഥനകളെല്ലാം അധരത്തിൽ നിന്ന് പുറപ്പെട്ട് അന്തരീക്ഷം ഏറ്റെടുത്ത് നിയോഗം എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ എത്തി, അത് തീർന്നു. ബാക്കിയുള്ള പ്രാർത്ഥനകളെല്ലാം. പക്ഷെ പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന ധ്യാനം, പ്രാർത്ഥന, അത് സ്വീകരിച്ചാൽ അത് ഒറ്റ ഡെസ്റ്റിനേഷനിലേക്ക് ചെന്ന് ചെല്ലുകയുള്ളൂ, ആത്മാവിലേക്ക് മാത്രം. അത് ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് നമ്മുടെ ആത്മസ്ഥിതി പൂർണ്ണമായിട്ടും പരിശുദ്ധ കുർബാനയായിട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ, പ്രിയമുള്ള ദൈവജനമേ, ആ വ്യക്തിക്ക് പിന്നെ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. പരിശുദ്ധ കുർബാന നിത്യവും മുടങ്ങാതെ സ്വീകരിക്കുന്ന കുടുംബങ്ങളുണ്ടോ?
നിങ്ങളുടെ കുടുംബങ്ങളിൽ നിയോഗങ്ങളുടെ എണ്ണം ഈശോ കുറച്ച് അത് ഇല്ലാതാക്കി തരും. വേറെ ഒന്നിനും നിങ്ങൾ ആശ്രയിക്കേണ്ട. പരിശുദ്ധ കുർബാന കുമ്പസാരിച്ച് പ്രസാദപരാവസ്ഥയിലായിരുന്നുകൊണ്ട് വിശുദ്ധിയോടെ പരിശുദ്ധ കുർബാന നിങ്ങൾ ബലി മുടക്കരുതേ. യാചിക്കുകയാണ്, മുടക്കല്ലേ. ഒരു ദേശം എടുക്കുകയാണ്. ഇപ്പോൾ ഈ ചെത്തിപ്പുഴ ദേശം എത്ര പേരൊരു 10,000 പേരുണ്ട്, 10,000 ക്രിസ്ത്യൻസ് ഉണ്ട്. നമ്മൾ ഏകദേശം ഒന്ന് കണക്കൂട്ടോ, അത്രയൊന്നുമല്ല, അതിൽ കൂടുതലുണ്ട്. ഈ 10,000 ക്രിസ്ത്യൻസിൽ 1,000 പേര് മാത്രമാണ് പരിശുദ്ധ കുർബാന ഒരു ദിവസം ഈ ദേശത്തു നിന്ന് സ്വീകരിക്കുന്നതെങ്കിൽ ഇവിടെ ടെറിട്ടോറിയൽ സ്പിരിറ്റിൻ്റെ ആധിപത്യം കൂടുതലായിരിക്കും. 10,000 പേര് കത്തോലിക്കരായിട്ടുള്ളതിൽ ഒരു 7,000 പേരെങ്കിലും പരിശുദ്ധ കുർബാന നിത്യവും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പല പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. ഈശോ ഉള്ളിലുണ്ട്. പല പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടുത്തെ ടെറിട്ടോറിയൽ സ്പിരിറ്റിൻ്റെ ആധിപത്യം അതിനാൽ തന്നെ കെട്ടുപോകും. നമ്മളൊന്നും ചെയ്യേണ്ട. ദേശത്തിൻ്റെ അധിപതിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തണമോ? പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം ആ ദേശത്തുണ്ടായാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദേശത്ത് ഒത്തിരി വിജാതിയർ വസിക്കുന്നുണ്ട്. ഇവിടെ മറ്റ് മതസ്ഥരുണ്ട്, പക്ഷെ കത്തോലിക്കരുണ്ട്. ചങ്ങനാശ്ശേരി ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ ബെൽറ്റായിരുന്നു. ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ ദേശമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴത്തെ കാര്യമല്ല. പിന്നീട് അങ്ങോട്ട് നമ്മുടെ മക്കൾ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയപ്പോൾ നമ്മുടെ മക്കൾ ഇവിടെ നിന്ന് ദേശം വിട്ട് പോകാൻ തുടങ്ങി. അടഞ്ഞു കിടക്കുന്ന കുടുംബങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇവിടെ കൂടുതലാണ്. അടഞ്ഞു കിടക്കുന്ന കുടുംബങ്ങളാണ് ഒത്തിരി. എനിക്ക് പരിചയമുള്ളവരിൽ തന്നെ എത്രയോ പാരൻസ്. ഇവരെല്ലാം ഇവിടം വിട്ടു പോകുമ്പോൾ അതിൽ ഒത്തിരി പ്രാർത്ഥനയിൽ നിന്നിരുന്ന പല പാരൻസും ഇന്നിവിടെ ഇല്ല, ഈ നാട്ടിലില്ല. അവരുടെ പ്രാർത്ഥന ഈ ദേശത്തിൻ്റെ അവകാശമായിരുന്നു. അതുകൊണ്ട് ദൈവം ആ പാരൻസിനെ ഈ ദേശത്ത് കർത്താവ് നട്ടുപിടിപ്പിച്ചു. ചില പ്രായത്തി ഒത്തിരി നല്ല വിശുദ്ധരായിട്ടുള്ള അമ്മമാർ എനിക്കറിയാം. ഈ ദേശത്തുള്ള നല്ല വിശുദ്ധരായിട്ടുള്ള ഒത്തിരി അമ്മമാർ എനിക്കറിയാവുന്നവരുണ്ട്. പേഴ്സണലി എനിക്ക് നല്ല അടുപ്പമുള്ളവരുണ്ട് ഈ ദേശത്ത്. പക്ഷെ അവരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അവരെല്ലാം മക്കളോട് കൂടെ UK-യിലും ഓസ്ട്രേലിയയിലും മറ്റുമായിട്ട് അവർ ജീവിക്കുക. അവരുടെ പ്രാർത്ഥന ഈ ദേശത്തിന് നഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഒരു ദേശത്തിന് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഭയക്കണം. നിങ്ങളുടെ ദേശത്ത് ഒരു പ്രവാചക ദൗത്യമുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ, അതായത് ശുശ്രൂഷയിൽ പ്രവാചക ദൗത്യമുള്ളൊരു വ്യക്തി, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ദേശത്തുണ്ടെങ്കിൽ അവനെ നിങ്ങൾ തീറ്റിപ്പോറ്റണം. അവനെ നിങ്ങൾ അവിടെ നിന്ന് മാറാൻ സമ്മതിക്കരുത്. ആ വ്യക്തിയെ അവിടെ നിങ്ങൾ എല്ലാ ചെലവും കൊടുത്ത് നിങ്ങൾ വളർത്തണം. കാരണം ആ ഒരു വ്യക്തിയിലൂടെ ആ ദേശത്തെ അനുഗ്രഹിക്കാനും സംരക്ഷിക്കാനും ആ ദേശത്തെ കെടുതികൾ വരാതിരിക്കാനും കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവചന ദൗത്യമുള്ള കർത്താവിൻ്റെ പ്രവാചകരായിട്ടുള്ള ശുശ്രൂഷകരുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ ശുശ്രൂഷകരെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ട് ആ ശുശ്രൂഷകരായിരിക്കുന്ന ദേശത്തെയും ദൈവം സംരക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷകരെ ചവിട്ടിത്തേക്കുന്ന കാലഘട്ടമാണ്. തിന്മയുടെ ശക്തികൾക്ക് കാണുമ്പോൾ ഓടിപ്പോയ കർത്താവ് എന്തിനാണ് നമുക്ക് അധികാരം തരണം? തിന്മയുടെ ശക്തിയെ കാണുമ്പോൾ അതിന് നേരെ തന്നെ ചെല്ലണം. അല്ലാതെ അതിനെ കാണുമ്പോൾ പിന്തിരിഞ്ഞോടാനാണെങ്കിൽ പിന്നെ നീ എന്ത് ക്രിസ്ത്യാനിയാ? തിന്മയുടെ ശക്തിയെ കാണുമ്പോൾ അതിൻ്റെ നേരെ തന്നെ ചെന്ന് അതിനെ കീഴ്പ്പെടുത്താൻ നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം നിനക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ തന്നെ ചെല്ലണം. അതിനെതിരെ പിന്തിരിഞ്ഞോടരുത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളാണ് നമ്മൾ. അതിന് നേരെ പിന്തിരിഞ്ഞോടരുത്. നമ്മുടെ കുടുംബത്തെ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു തിന്മയെ കാണുമ്പോൾ അവിടെ നിന്ന് വാലും പൊക്കി ഓടുകയല്ല വേണ്ടത്. ആ തിന്മയുടെ ശക്തിക്കെതിരെ നിങ്ങൾ നടന്നു ചെന്നതിനെ കീഴ്പ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള വിവേകം നിങ്ങൾ കാണിക്കണം. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതെങ്കിലും അലസതയുടെ, ജഡത്തിൻ്റെ, ലോകത്തിൻ്റെ, പൈശാചികതയുടെ ഏതെങ്കിലും അരൂപി ഉണ്ടെങ്കിൽ അതിനെതിരെ നീ നടന്നു ചെല്ലണം. അതിനെ കീഴ്പ്പെടുത്താൻ നിനക്ക് തന്നെ പറ്റും. ദൈവത്തെ വിളിക്കണ്ട. കാരണം ഈശോ ശിഷ്യന്മാരെ ആദ്യം പറഞ്ഞയച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ അല്ല കൊടുത്തത്, അധികാരത്തെയാണ്. കൃപ ഇല്ല, പക്ഷെ അധികാരമുണ്ടോ? നിനക്കത് മതി. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതും ശുശ്രൂഷ മേഖല തിരഞ്ഞെടുക്കുന്നതും കർത്താവാണ്, മനുഷ്യനല്ല. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ മേഖല തുറക്കപ്പെട്ട് കിട്ടിയിട്ടില്ലെങ്കിലും അധികാരമുണ്ട്. യേശു നാമത്തിൻ്റെ അധികാരം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ അധികാരം നിങ്ങൾക്ക് നൽകപ്പെട്ടത് കൊണ്ടാണ്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ.
ആ അധികാരം നിങ്ങൾക്ക് നൽകപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ആ നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നതും വിളിച്ച് കരയുന്നതും. ആ നാമത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നത് കൊണ്ടല്ല, അധികാരമാണ് നിങ്ങളുടേത്. ആ നാമം അധികാരമാണ്. ഒരു കുഞ്ഞ് ഒരു പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ ഓടി അതിൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? അവിടെ അതിനൊരു സുരക്ഷിതത്വമുണ്ട്, അവിടെ അധികാരമുണ്ട്, അവിടെ അതിനെന്തും ചെയ്യാം. ഇത് തന്നെയാണ് യേശുനാമം. അത് നിങ്ങളുടെ ആശ്രയ സങ്കേതം. അത് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. ആദ്യം തന്നെ അത് അധികാരമാണ്. ആ അധികാരം നിങ്ങളുള്ളത് കൊണ്ട് യേശുനാമത്തെ നിങ്ങൾ വിളിച്ച് കരയുന്നതും പ്രാർത്ഥിക്കുന്നതുമെങ്കിൽ ആ അധികാരം നിങ്ങൾ ഉപയോഗിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഏത് തിന്മയെയും, നിൻ്റെ കുടുംബത്തിലുള്ള ഏത് തിന്മയുടെ ശക്തിയെയും നിനക്ക് ബന്ധിക്കാൻ, കീഴ്പ്പെടുത്താൻ പറ്റും. പ്രസാദപരാവസ്ഥയിലായിരുന്നാൽ മാത്രം മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ഒരു ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചതിനും, ഈ ഒരു ദിവസങ്ങളിൽ ഈശോ നമ്മളോട് കൂടെ വസിച്ചതിനും, പരിശുദ്ധാത്മാവിൻ്റെ തലത്തിലേക്ക് നമ്മളെ നയിച്ചതിനും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വഴി നടത്തിയ ദൈവത്തെ, വഴി കാക്കുന്ന ദൈവത്തെ, നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ അനന്തമായ കരുണയോർത്ത് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മൾ ഇത് ലാസ്റ്റ് ടോക്കാണ്, ഇനി എന്നെ കൊണ്ടുള്ള ശല്യമില്ല. ഓക്കെ, അപ്പോൾ എന്നെ തന്നെ കണ്ടു മടുത്തു എന്നെനിക്കറിയാമെങ്കിലും വേറെ നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, പോസ്റ്റോട്ടിക്കലൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനയിൽ ആയിരിക്കുക. നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുക. ധ്യാനം അല്ല ഇവിടെ, കുറച്ച് ക്ലാസ്സുകൾ, വളരെ കുറച്ച് സമയമേ നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതലിവിടെ ഫ്രീ ടൈംസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒത്തിരി രാവിലെ ഒന്നും വന്നിട്ടില്ല. കുറേ പേര് ഇപ്പോഴും മിസ്സിങ് ആണ്. കുറേ പേര് ഇപ്പോഴും കിടന്നുറങ്ങുന്നവരുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പല സീറ്റുകളും നിങ്ങളിരിക്കുന്ന ഒരു ദിവസം നിങ്ങളിരുന്നാൽ പിന്നെ ഞാൻ ആ സ്ഥലത്ത് നോക്കുക, ആ വ്യക്തി അവിടെ കണ്ടില്ലെങ്കിൽ എനിക്കറിയാം. പിന്നെ ഞാൻ വിളിച്ചൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക.